പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, കർത്താവേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾക്കുത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോലെയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോലെ താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീ നിത്യതയിൽ നിന്നുള്ള ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതി പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം തലകളെ വണക്കം പ്രാർത്ഥിക്കാം. പാർക്കുന്നു കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. നല്ല ദിവസത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പകലത്ത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാറി അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിൽ ദൈവവചനത്തിന് വേണ്ടി കാതോർക്കുന്നു. തിരുവായുത്തലയുള്ള വാള് പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിരുന്ന ആ ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ ചിന്തിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും സത്യവഴിയിലേക്ക് നയിക്കുവാനും ഒക്കെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദേവാലയത്തെ വികാരി അച്ഛന്മാരെയൊക്കെ ഓർക്കുന്നു. അനുഗ്രഹകരമായ ദൈവ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ, ദൈവകൃപ ഞങ്ങളിലേക്ക് എത്തിക്കുവാനൊക്കെ ദാസരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും ഭവനക്കാരെയും വാഴ്ത്തണമേ. പ്രത്യേക കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ഉത്സാഹവും ലക്ഷ്യബോധവും നൽകണമേ. ദമ്പതികളെ പാലിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരോട് കരുണയാകണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. വിദേശങ്ങളിലും വിദൂരങ്ങളിലുമായിരിക്കുന്നവർക്ക് അവിടുന്ന് സഹായിയും കാവൽക്കാരനുമായിരിക്കണം. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. കേൾക്കേണ്ടുന്ന വചനങ്ങളെ ഞങ്ങൾക്ക് നൽകണം. വചന കേൾവി വൃഥാവാകരുത്, കേട്ട് വിട്ട് ശിക്ഷയ്ക്കാകരുത്. പിന്നെ ഇതിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടം പിൻപറ്റുവാനും നിന്റെ നല്ല ദാസരായി ജീവിപ്പാനും വചന കേൾവി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിൽ കൂടി നിന്റെ മാറ്റമില്ലാത്ത വചനം 30, 60, 100 ഇരട്ടി ഫലം കായ്ക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നാളും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ആദരണീയനായിരിക്കുന്ന ജ്യേഷ്ഠൻ ഷിബുവച്ചൻ, കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങൾ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്ന. അച്ഛൻ പറഞ്ഞ പോലെ ആളുകളുടെ എണ്ണത്തിലല്ല, ശതമാനത്തിൽ കൂടുതൽ കാണുന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ വചന ശുശ്രൂഷ എടുക്കണമോ വേണ്ടായോ എന്നുള്ളത്, അല്ലെങ്കിൽ വരണമോ വേണ്ട എന്നുള്ളത് എന്നെ ക്ഷണിച്ച സമയത്ത് ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അതിന് കാരണം എൻ്റെ പള്ളിയുടെ കൂദാശ അടുത്ത ശനി ഞായറുമായിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 1-2 ആഴ്ചയായിട്ട് ഞാൻ പള്ളിയിൽ തന്നെയാണ് താമസം. രാത്രി 1 മണി വരെയൊക്കെ പണിക്കാരുടെ കൂടെ നിന്ന് പണിയിച്ചാൽ മാത്രമേ തീരുള്ളൂ എന്ന് തോന്നിയുണ്ട്. ശനിയാഴ്ച ദീപശിയ പ്രയാണമാണ്, അത് കരിമല വഴിയാണ് പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലെ തിരക്കുണ്ട്. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇപ്പോഴീ എഡ്യൂക്കേഷൻ ഇയറിൻ്റെ അവസാന വർഷമായതുകൊണ്ട്, അവസാന സമയമായതുകൊണ്ട്
വചന ശുശ്രൂഷയ്ക്ക് വരണമോ വേണ്ട എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ എന്നാലും ദൈവവചനവുമായ ഒരാളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അതിന് വേറൊരു മാറ്റമില്ല. ദൈവത്തിന്റെ വചനം കൈകളിൽ എന്തുക എന്ന് പറയുന്നത്, അത് സാക്ഷ്യമായി നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഒന്നാമത് എടുക്കാനായിട്ട് സാധിച്ചത്. രണ്ടാമത് ഇവിടെ അടുത്തുള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ധന്യയുടെ ഭർത്താവ് ജോസി ഞാനും സഹപ്രവർത്തകരാണ്. എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ ജോസിയുടെ കൂടെ കുറച്ച് സമയം വണ്ടി യാത്ര ചെയ്യാൻ, തിരിച്ച് ജോസിയുടെ കൂടെ തന്നെ പോവുകയും ചെയ്യാം എന്നൊക്കെയുള്ള പദ്ധതി പ്രകാരമാണ് ഇത് ഏറ്റെടുത്തത്. താമസിൽ ഒരു കാരണം ജോസിയാകട്ടെ, ഞാനല്ല. പോട്ടെ, ആമുഖ വാക്കുകൾക്ക് പ്രസക്തി ഇല്ല. അദ്ദേഹത്തിന് തിരക്ക് ഗവൺമെന്റ് പരമായ ചില ജോലികൾ ഉണ്ടായിരുന്നുണ്ട്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ സൺഡേ സ്കൂൾ എന്താ ഒരു സൺഡേ സ്കൂൾ യൂണിറ്റ് ആണെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് ഉള്ള ചോദ്യമായിട്ടിരിക്കട്ടെ, മകനെ ബലികഴിച്ച അപ്പന്റെ പേര് പറഞ്ഞ് പെട്ടെന്ന് ഉറക്കെ പറ. ഉറക്കെ ആരാ കഴിച്ചായിരുന്നോ? ചോദ്യത്തിന്റെ കുഴപ്പമല്ലേ? അല്ല, ചോദ്യം കറക്റ്റായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ചോദ്യത്തിന്റെ കുഴപ്പമാണ്. മകളെ ബലികഴിച്ച അപ്പന്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന. ഉറക്കെ പറഞ്ഞാൽ മതി. ഇത്താഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് മകളെ ബലി കഴിക്കുകയും ചെയ്യും. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് OVBSലും ഒക്കെ നമ്മൾ ആ വ്യക്തിയുടെ കഥ പഠിച്ചിട്ടുണ്ട്. ആ കഥയിലെ ഒരു ചെറിയ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 36-37 വാക്യം. മൈക്കിൽ കൂടി വായിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരിക്കും. മൈക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമോ? നമ്മുടെ പാട്ട് പുസ്തകമേ ഉള്ളല്ലേ, അതും ഫോട്ടോസ്റ്റാറ്റേ ഉള്ളൂ. മൈക്കിന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ വേദപുസ്തകം ഉള്ളവരല്ല ഉറക്കം വായിക്കും. മൈക്കിൽ കൂടെ കേൾക്കും, എല്ലാം വായിച്ച് ശരിയാകത്തില്ല. അവനോടൊപ്പം നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരുടെ പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു. ഞാൻ പർവ്വതങ്ങളിൽ ചെന്നേ എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണമെന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു. ഈ അവളുടെ അപ്പൻ അവനോട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇത്തിരി കൂടെ വ്യക്തമാക്കാനുണ്ട്. മൈക്ക് താഴെ വെക്കണ്ട. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വായിക്കേണ്ടത് ആവശ്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ആദ്യത്തെ അവൻ അല്ലെ അപ്പൻ ആരാണ് നമുക്കൊന്ന് വ്യക്തമാവും. വായിച്ചേ. പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, ആ വാക്യം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ചോദ്യം ഇതാണ്, ഈ വാക്യം ഇഫ്താഹിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്യമാണോ മോശം വാക്യമാണോ? ശ്രദ്ധിച്ചില്ല, അങ്ങനൊന്നും ശ്രദ്ധിച്ചില്ല. ദൈവവചനത്തിനകത്ത് മോശം വാക്യം നല്ല വാക്യം വല്ലതും ഉണ്ടല്ലേ? വാക്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇനി പറ, നല്ല വാക്യമാണോ? ഇഫ്താഹിനെ കുറിച്ച് പറയുന്ന നല്ല കാര്യമാണോ മോശം കാര്യമാണോ ഇതിനകത്ത് പറയാൻ അയാൾ ശ്രമിച്ചത്? മോശം കാര്യം, സംശയമൊന്നുമില്ല അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഒരു പ്രതിസന്ധി അവിടെയല്ലേ? എത്ര നല്ലതുണ്ടെങ്കിലും നമ്മൾ അതിനകത്തുനിന്ന് ഒരു തിന്മ, എത്ര നല്ലതുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഒരു തിന്മ നമ്മൾ കണ്ടെത്തും. ഈ ജോസി മരുമോൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം എൻ്റെ ഭാര്യയുടെ നാട് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ വർണ്ണനകൾ. അച്ഛ, ഇവിടെ പകലായിരുന്നെങ്കിൽ അങ്ങോട്ട് നെൽപ്പാടം കാണാമായിരുന്നു, ഇങ്ങോട്ട് കിളി പറക്കുന്ന കാണാമായിരുന്നു, അവിടെ തെങ്ങ് നിൽക്കുന്ന കാണാമായിരുന്നു ഒക്കെ പറയാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ കണ്ണെവിടെ പ്രതിക്കുന്ന അറിയാവും? റോഡില്ല. എനിക്ക് വേറെ ഒരു നെൽപ്പാടവും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു കുഴപ്പമല്ലേ അത്? നമ്മുടെ ഒരു കുഴപ്പമല്ലേ അത്? അച്ഛൻ പറഞ്ഞ പോലെ ഈ സമയം കിട്ടുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ ഒരു 8-10 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്ത്
കയറ്റാൻ പറ്റിയിട്ടില്ലെന്നുള്ളേ ഉള്ളൂ. അപ്പം സഭയുടെ വിശ്വാസ വിഷയം പറയുന്നത്, ഒരു രൂപ പോലും അല്ലാതെ വേറെ ഒരു താല്പര്യത്തോടെ ഒരു വീഡിയോ ചെയ്യില്ല. ഫേസ്ബുക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, എൻ്റെ വ്യക്തിഗതമായ കാര്യങ്ങൾക്കല്ല അതിനകത്ത് പ്രസക്തി. എൻ്റെ ജന്മദിനത്തിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും ഇടില്ല. പക്ഷേ സ്വാഭാവികമായി ഞാൻ എൻ്റെ സഭയുടെ വിശ്വാസം പറയുമ്പോൾ എൻ്റെ സഭയുടെ വിശ്വാസത്തെ എതിർക്കുന്നവരുണ്ട്, എൻ്റെ പരിശുദ്ധ ബാവാ തിരുമേനിയെ എതിർക്കുന്നവരുണ്ട്, എൻ്റെ ഭദ്രാസന മെത്രാപ്പോലീത്ത അപ്രേം തിരുമേനി എതിർക്കുന്നവരുണ്ട്. അവരെല്ലാം തിരിച്ചു കമന്റ് ഇടും. എനിക്കതൊക്കെ ഇഷ്ടം. പക്ഷേ തോക്കുമെന്ന് കാണുമ്പം ഇയാൾ ആദ്യം അച്ഛൻ താടി വളർത്തുന്ന പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാൻ പറ്റും? എനിക്ക് താടി കിളിക്കാത്തോണ്ടാ വെക്കാത്ത. അല്ല ഈ ഷിബോച്ചന്റെ കൂട്ടൊക്കെ വളർത്തി വിടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉള്ള, പക്ഷെ ഇത് കിളിക്കണ്ടേ? എന്റെ പ്രസംഗത്തിന് കുഴപ്പമില്ല, നീളത്തിന് കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. പക്ഷെ എന്തൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാം അല്ലേ? സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ ഈ കുടുംബത്തിൽ എന്താ നമുക്ക് കുഴപ്പം? സമാധാനമില്ലാതെ ജീവിക്കുന്ന ഭവനങ്ങൾ ഞാൻ വേണേ കൊണ്ട് കാണിക്കാം. അത്രയും പ്രതിസന്ധിയുള്ള സമയത്ത് ഭംഗിയായി സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ എവിടേക്കോ ബോധപൂർവം നമ്മുടെ കൂടെ താമസിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ വളരുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മൈന്യൂട്ട് മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അതിനെ പർവ്വതീകരിക്കുമല്ലേ? ഇഗ്നോർ ചെയ്ത് കളയാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചുമ്മാ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എത്ര കാലം കഴിഞ്ഞാലും അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നീ അന്നാ വെട്ടുകേക്ക് മുറിച്ചപ്പോൾ വലിയ പീസ് നീ എടുത്തില്ലയോ എന്ന് വെച്ചോണ്ടിരിക്കുവോ ഇത് തലയ്ക്കകത്ത്. ഇഗ്നോർ ചെയ്ത് കളയേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അടുത്തത്, നമ്മളെ കുറിച്ച് ആളുകൾ ഇതുപോലെ പറയുന്നുണ്ടോ? ആള് ഭയങ്കര മിടുക്കനാ, പള്ളിയിലെ അടുത്ത ആളാ, പക്ഷെ കയ്യിലിരിപ്പ് വളരെ അല്ലേ? സൺഡേ സ്കൂൾ, ശ്രീ സമാജം, അത് ഇത് എല്ലാം ഉണ്ട്. പള്ളിയിലും അങ്ങ് എല്ലാ ദിവസവും കുർബാനയും കൊള്ളുക. പക്ഷെ അവിടെ വാ തുറന്ന് അല്ലേ ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടോ ആളുകൾ? ഒന്ന് നോക്കേണ്ട ആവശ്യമല്ലേ? ആവശ്യമുള്ളതാണെങ്കിൽ ഈ ലോകത്തിന് മുഴുവനും നല്ല പേര് കേട്ടിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും നല്ല കാര്യം, യേശുവിനെ കുറിച്ച് പോലും നല്ല കാര്യം എല്ലാവരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അതവിടെ കിടക്കട്ടെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്തോ യോജിക്കാത്തത്, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളോട് സമരസപ്പെടാതെ വേറെ രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഒന്ന് ഓർത്തെടുക്കേണ്ടത് ആവശ്യമല്ലേ? 3, ഈ വാക്യം ഇങ്ങനെയാണ്: ഗിലെയാദിനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും ഒരു വ്യക്തി പരാക്രമശാലിയാവുന്ന എങ്ങനെയാണ്? എനിക്ക് അത്യാവശ്യം ഡയബറ്റിക് ഉണ്ട്. ഈ ഡയബറ്റിക് പിടിച്ച സമയം മുതൽ എൻ്റെ ഒരു വാശിയാ രാവിലെ 5:30 എഴുന്നേറ്റ് നടക്കാൻ പോകണമെന്ന്. എല്ലാ ദിവസവും കിടക്കുമ്പോൾ വാശി വെക്കും, എഴുന്നേക്കുമ്പോൾ വാശി പോവും അല്ലേ? പരാക്രമശാലി അയാൾ മാറണമെങ്കിൽ അയാളുടെ കഠിനാധ്വാനം അല്ലേ? നേരെ മറിച്ച് അവൻ വേശ്യാപുത്രനായി തീർന്നത് ആരുടെ കുഴപ്പമാണ്? അവന്റെ കുഴപ്പമാണോ? അല്ല, അവന്റെ കുഴപ്പമല്ല. അവന്റെ മാതാപിതാക്കളിൽ ആരോ ഒരാള് ചെയ്ത തിന്മയുടെ ഫലമാണ്. ഞാൻ അപ്പനെ പുകഴ്ത്തി പറയും, അമ്മയെ താഴ്ത്തി പറയുകയൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആരുടെ ഒരാളുടെ കുഴപ്പമാണ്? നമ്മളൊന്ന് ആലോചിക്കുക. ഇങ്ങനെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലില്ലേ? എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ എവിടെ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരുത്തൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഒരു വലിയ വീട് വെച്ചാൽ ഉടനെ നമ്മൾ പറയാൻ പോകുന്നത്, യവന്റെ അപ്പനെ നമുക്കറിയാം, അയാൾ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന ആളാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവന്റെ വീട്ടിലെ മുഴുവൻ ആളുകൾക്ക് പൈസ കൊടുത്തത് അല്ലേ? ഇതൊരു രസമെന്നറിയോ? അവനെ ഒന്ന് താഴ്ത്തി കെട്ടാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ഐറ്റം. അതെന്നെ വേണമെന്നേ. അവൻ കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി അധ്വാനിച്ചപ്പോഴാ അവൻ ഈ ഒറ്റ ചോദ്യം ചോദിക്കാവൂ: നീ അന്യാധീനമായി ഉണ്ടാക്കിയതാണോ? ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്നെ പ്രശ്നം എന്താന്ന്? 4, വേശ്യാപുത്രനായി തീർന്ന അവന്റെ കുഴപ്പമല്ല. ഓർത്തെടുക്കുക, നിങ്ങളുടെ മക്കൾ എത്ര പരാക്രമശാലിയായിരുന്നാലും നിങ്ങൾ കൊടുക്കുന്ന ചില പേരുകൾ അവർക്ക് ദുഷ്പേരായി മാറും. നിങ്ങൾ കൊടുക്കുന്ന ചില പേരുകൾ നിങ്ങളുടെ മക്കൾ എത്ര വലിയ വ്യക്തിയായിരുന്നാലും അവർക്ക് തല ഉയർത്താൻ പറ്റാത്ത മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു. നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് വിട്ടിട്ട് ഓസ്ട്രേലിയ സമ്പത്തൊന്നും ഇവർക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് പിടിച്ച
ചുമ്മാതാ. They don't want any ഇവിടുന്ന് വിട്ടുപോവാണ്. അവർ സങ്കടത്തോടാകാതിരിപ്പാൻ അവർ നാട്ടി വരുമ്പോൾ അവർക്ക് ദുഃഖമാക്കുന്ന പ്രവർത്തനം ചെയ്യായിരുന്നു. നിർത്തുക. പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയം കുറവായതുകൊണ്ട്. ഗിലെയാദിനായി നല്ല തണുത്ത കാലമാണ്. ഗിലെയാദിനായി എന്ന് പറഞ്ഞാല് അത് പറയുന്നത് എന്തോന്നറിയാ? വാക്യം അങ്ങനെ പറയാൻ കാര്യം, ഈ കൂട്ടത്തിലെ മഹാനായ വ്യക്തി ആയിരുന്നു ഗിലെയാദിന്റെ അപ്പൻ എന്ന് സമൃദ്ധമായി എഴുതുക. അതായത് കൂട്ടത്തിലെ 4 പേർ അറിയുന്ന മഹാനായ ഗിലെയാദായിരുന്നു ഇഫ്താഹിന്റെ അപ്പൻ എന്ന് പറയുകയാണ്. അടുത്തേ, ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ ഇനിയത്തെ വരി ഒന്ന് ശ്രദ്ധിക്കണേ. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ഗിലെയാദിന്റെ മകനായ ഇഫ്താഹിന്റെ കൂടെ ഗിലെയാദിന്റെ ഭാര്യയ്ക്ക് യഥാർത്ഥമായി ജനിച്ച കുഞ്ഞുങ്ങളുമുണ്ട്. വിഷയം ഇവിടെയാണ്, അവർ ഇഫ്താഹിനെ ആട്ടിക്കളഞ്ഞു, അല്ല നീക്കിക്കളഞ്ഞു. എപ്പോഴാ? വളർന്ന വേദപുസ്തകത്തിൽ വാക്യം എഴുതിയേക്കുന്ന ആലോചിക്ക്. വളർന്ന ശേഷം നമ്മുടെ വീടൊന്ന് എടുത്തു നോക്കി. നമ്മുടെ ഒരേ പായിൽ കിടന്നുറങ്ങി കുഞ്ഞുനാളിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ചേട്ടന് എന്തൊരു സ്നേഹമായിരുന്നു. നാട്ടുകാർ നോക്കുമ്പോൾ ഇരട്ട വെറ്റാണോ എന്ന് തോന്നിപ്പോ. ആ രീതിയിലാണ് ചേട്ടന് പൊക്കോണ്ടിരുന്നത്. ഒരേ ഉടുപ്പ് തലേദിവസം പിറ്റേ ദിവസം മാറി മാറി ഇട്ടു. വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരേ ബാഗില് ബുക്ക് കൊണ്ടുപോയി. തലേ ദിവസം കഴിഞ്ഞ വർഷം ചേട്ടൻ പഠിച്ച പുസ്തകം എടുത്ത് ഈ വർഷം അനിയൻ പഠിച്ചു. വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു പ്ലേറ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഴുക്ക് തിന്നു. വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴാ പ്രശ്നം ഉണ്ടായ? ഒരു ഇത്തിരി ഒന്ന് വളർന്നു, ഒന്നുകിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞപ്പോ മുതൽ ഞാനും എൻ്റെ ഭാര്യ എന്ന് പറയത്തില്ല, ഭർത്താവ് കൂടെ പറയും, ഞാനും എൻ്റെ കുടുംബവും മാത്രം, വേറെ ആരും എനിക്കില്ല. ഇനി ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില കുഞ്ഞുങ്ങളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരവരുടെ പിതാവിൻ്റെ സഹോദരനോടോ അല്ലെങ്കിൽ പിതാവിൻ്റെ ജ്യേഷ്ഠനോടൊന്നും സഹോദരിയോടൊന്നും മിണ്ടത്തില്ല. എന്താ കാര്യം? അതെന്താന്ന് എനിക്ക് അറിയത്തില്ല ഫാദറെ, ഞങ്ങളെ പണ്ട് മുതലേ അങ്ങ് മിണ്ടിച്ചിട്ടില്ല. എന്തൊരു ലോകമാണെന്ന് ആലോചിക്കുക. എന്തൊരു ലോകമാണ്. എന്തിനാ ഇങ്ങനെ ഈ വൈരാഗ്യം വെച്ചോണ്ട് ജീവിക്കുന്നത്? നമുക്ക് പറ്റുന്നിടത്തെല്ലാം നമ്മൾ ഇടപെടാനല്ലേ ശ്രമിക്കേണ്ടേ? വളർന്നു വന്നതിന് ശേഷം, വളരാതിരുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? വളർന്ന ശേഷം ബാക്കി വായിച്ചേ. ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം ആ ഭർത്താവിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. നിങ്ങളൊന്ന് ആലോചിക്കേ. പണ്ട് ഇവരൊരു 10-15 പേരുണ്ട് കേട്ടോ. അവർ ഈ പഞ്ചായത്തൊക്കെ കൂടുമ്പോൾ ഈ ഇഫ്താഹൊക്കെ മനസ്സിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാനും എൻ്റെ സഹോദരങ്ങളോട് ഒരുമിച്ച് നിന്നാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ ഉണ്ട്, വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് നടന്നിരുന്നവനാ. ഇത്തിരി മൂത്ത് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർ വകഞ്ഞിട്ട് മറ്റവരെ തല്ലുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലയോ? യുവമാരെല്ലാം കൂടെ ചേർന്ന് തല്ലൊക്കെ കൊടുത്തോണ്ടിരുന്ന. പക്ഷെ വളർന്ന ശേഷം കാര്യത്തോടടുത്തപ്പം അവനെ നീക്കിക്കളഞ്ഞു. ഇനി അവൻ എവിടെ പോയി ചെന്ന് താമസിച്ചു എന്നാ പറയുന്നേ? എവിടെ ചെന്ന് താമസിച്ചു എന്നാ പറയുന്നേ? തോബ് ദേശത്തെ താമസം. ആരാ അവന്റെ കൂടെ ചേർന്നത്? അവന്റെ ആരെ കൂടെ ചേർന്നേ? സഹോദരന്മാരാണോ? അല്ല, പിന്നെ ആരാ? നിസ്സാരന്മാർ എന്ന് പറഞ്ഞ ആരാർത്ഥം? പരിമലക്കാര്, നിരണങ്കാര്, തിരുവല്ലക്കാര്, അടൂക്കാര് എന്ന് പറയണ പോലെ വല്ലവരും ആണോ? സ്ഥലക്കാരുടെ ആണോ? കുടുംബക്കാരാണോ? നിസ്സാർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കൂടെ ഒന്ന് അവരെ ഇരുത്താന് കൊള്ളത്തില്ല. അവനെയൊക്കെ ഈ ഡൈനിങ് ടേബിളെ കയറ്റി ഇരുത്തിയാണോ ചാപ്പാട് കൊടുക്കുന്നത്? അവനെയൊക്കെ ആണോ നിന്റെ കൂട്ടുകാരായിട്ട് നീ
കാണുന്നു അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുറച്ചു പേരെ കുറിച്ച് കോമൺ ടെർമിനോളജിയിൽ യൂസ് ചെയ്തിരിക്കുകയാണ് നിസ്സാരന്മാർ. ഇവനെ കുറിച്ച് പണ്ട് കർത്താവ് വിശ്വംബരാൻ പറഞ്ഞത്, വഴിയിലൊരുത്തൻ കിടന്നപ്പം അങ്ങോട്ട് പോയ ഒരു നിസ്സാരനായ ശമരിയാക്കാരന് തോന്നി ഈ കിടക്കുന്ന മഹാനെ എടുത്തൊന്ന്, അതുകൊണ്ടാ തമ്പുരാൻ ചോദിച്ചു നിന്റെ അയൽക്കാരൻ ആര്? അല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വാചകമുണ്ട്, ബോധമുണ്ടെങ്കിൽ ഈ യഹൂദൻ ഈ ശമര്യൻ ദേഹത്തോടാൻ അനുവദിക്കില്ല. യഹൂദന് ആ വഴിയിൽ കിടക്കുമ്പോൾ ഒരു ശകലം ബോധമുണ്ടെങ്കിൽ ഈ ശമര്യൻ ദേഹത്തോടാൻ അനുവദിക്കില്ല. നമ്മൾ ഇന്ന് ഈ ക്രിസ്ത്യാനികളെയൊക്കെ ഇന്ത്യയിൽ ഓടിച്ചിട്ട് തല്ലാൻ നടക്കുന്ന കുറെ പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല, എനിക്കത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പക്ഷെ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ഇടയിൽ ആരാണോ ഇപ്പൊ ഈ തല്ലാൻ നടക്കുന്നത്, അവരുടെ ഇടയിൽ നടന്ന ഇമാതിരിയുള്ള പണികൾക്ക് മറുപടി കണ്ടുപിടിച്ച മതത്തിന്റെ പേര് ക്രിസ്തു മതമെന്നാ. വലിയ മോലാളി ചവിട്ടിയ ചോറ് താഴത്തെ മോലാളി കഴിക്കാവൂന്നുള്ള നിയമമൊക്കെ ഉണ്ടായിരുന്ന രാജ്യത്താണ്. വലിയ മോലാളി കുളിക്കുന്ന കടവിൽ മറ്റേ മോലാളി കുളിക്കാൻ വന്നാൽ അടിച്ചു ഓടിക്കും. മോലാളി നടക്കുമ്പോൾ ആ വഴിയിൽ വേറെ ആരും നടന്നുകൂടാ എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്ന രാജ്യത്തില് ദൈവത്തിന്റെ സ്നേഹം ഒരുമിച്ചിരുത്തി ഒരപ്പത്തിന്റെ അംശമാക്കിയ മതത്തിന്റെ പേര് ക്രിസ്തു മതം എന്നാ. അതുകൊണ്ട് ഈ ആളുകൾ ക്രിസ്ത്യാനിയായത്, അല്ലാതെ ക്രിസ്തുവിന്റെ വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ ഒരു കാര്യത്തിനകത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നായി മാറിയുണ്ട്. നിസ്സാരരായിട്ട് കുറെ പേരുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ, നിങ്ങൾ അതിന് മറുപടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പറയണം. ഒരമ്മച്ചിക്ക് 2 മക്കളും, ഒരു മോൻ, മൂത്ത മോൻ ഭയങ്കര മിടുക്കനാ കേട്ടോ, ഭയങ്കര മിടുക്കൻ. മിടുക്കൻ എന്ന് പറഞ്ഞാൽ പോരാ, മിടുക്കൻ. അവൻ പഠിക്കാൻ വിട്ട കാലം മുതൽ അവൻ എല്ലാത്തിലും ടോപ്പാണ്. വേറെ ഒരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. IITയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയതും അവൻ ടോപ്പിലാണ് പോയത്. അവിടുന്ന് തന്നെ അവനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി H1 വിസയില്. അവൻ അവിടെ ചെന്നു, ഭയങ്കര ശമ്പളം. അവൻ അവിടെ വെച്ച് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. മിടിമിടിക്കും, ഒരു കുഴപ്പമില്ല. 2 പേരൂടെ എത്ര ലക്ഷം ഡോളറാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അമ്മച്ചി 2 തവണ അമേരിക്കയിൽ പോയിട്ടുണ്ട്. 2 തവണ അവർക്ക് ആവശ്യം വന്നുള്ളൂ, അതുകൊണ്ടാണ് 2 തവണ അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞു. 2 തവണ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ പറയും നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അവർ 2 തവണ പോയെന്നാ, അല്ലാതെ വേറെ സത്യം മനസ്സിലായല്ലേ? ശരി, എന്നാലും അമ്മച്ചി നാട്ടിലോട്ട് തിരിച്ചു വന്നപ്പം അമ്മച്ചിയുടെ കയ്യിൽ ഒരു വാനിറ്റി ബാഗ് ഉണ്ട്, അടിക്കാൻ സ്പ്രേയും ഉണ്ട്, എന്റെ മൂത്ത മരുമോൾ തന്നാന്ന് പറയാനുള്ള ഡീക്കും ഉണ്ട്. കുഴപ്പമില്ല. നാട്ടിൽ വന്നു. അമ്മച്ചിയുടെ 2ാമത്തെ മോൻ പൊട്ടൻ, മണ്ടൻ. അവനെ പണ്ടേ സ്കൂളിൽ പോകുമ്പോൾ ആകെ അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, മാങ്ങയുടെ ഞെടുപ്പയിൽ എങ്ങനെ കല്ല് പൊള്ളിക്കാവും. വേറെ ഒന്നും അവന് പഠിക്കുകയും വേണ്ട, അറിയുകയും വേണ്ട. അവൻ പൊട്ടൻ ഇങ്ങനെ നടക്കുകയാണ്. അവന്റെ കല്യാണപ്രായത്തിൽ ഇപ്പം പഠിത്തമൊന്നുമില്ല, എന്നിട്ട് പശുവിനെ വളർത്തി നടക്കുക. 2ാമത് അവൻ കല്യാണം കഴിക്കാൻ എവിടെ നിന്ന് നല്ല പെൺകുട്ടിയെ കിട്ടുമോ? അതുകൊണ്ട് ഒരു വാവളപ്പിയെ അവന് ഭാര്യയായിട്ട് കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചു, പിന്നെ അങ്ങ് കെട്ടിച്ച. എന്തായിരുന്നാലും അമ്മച്ചി ഇങ്ങനെ ജീവിക്കുക. ചോദ്യം, ഇനിയാണ് ചോദ്യം തുടങ്ങാൻ പോകുന്നത്. ചോദ്യം നമ്പർ 1, അമ്മച്ചി മരിക്കാറായി കേട്ടോ. അമ്മച്ചിക്ക് പ്രായമായല്ലോ, സ്വാഭാവികമായിട്ട് മരിക്കണമല്ലോ. മരിക്കാറായപ്പോൾ അമ്മച്ചിക്ക് ഒരു തുള്ളി വെള്ളം വേണം. ഇതെവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? ആ വാവളപ്പിയേ ഉള്ളല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട്, അറിയാം നമുക്കല്ലേ? അല്ലേ? അന്നേരം അവള് വാവളപ്പിയാ അല്ലേ? ഇനി 2ാമത്തെ ചോദ്യം, അമ്മച്ചി മരിച്ചു എന്നറിഞ്ഞു. അമ്മച്ചി മരിച്ചു എന്നറിഞ്ഞു. മൂത്ത മോൻ ഇത് അറിഞ്ഞപ്പോ അവൻ ആദ്യം ഫോൺ എടുത്ത് വിളിക്കും. ആരെയായിരിക്കും വിളിച്ചത്? എനിക്ക് കേൾക്കാൻ വേണ്ടി, നിരണത്തുകാരൻ ആരെ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമത്തിന്റെ ഫലം. ഞാൻ ബാക്കി ഞങ്ങളുടെ നാട്ടിലെ പറയാം. ആരെ വിളിക്കും? സഹോദരനെ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനല്ല. ഈ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഇച്ചിരി ക്ലിയർ ആയിട്ട് പറയും. നിരണം പള്ളിയിൽ അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ ആദ്യം എടുത്ത് ഫോൺ വിളിക്കും ബാബാ തിരുമേനിയെ. ബാബാ തിരുമേനി, അമ്മച്ചി മരിച്ചായിരുന്നു, ബാബാ തിരുമേനി ഫ്രീ ആണോ? ബാബാ തിരുമേനി പറയും, മോനെ ഇന്ന് ജനുവരി 29, ഞാൻ ഫെബ്രുവരി 28 വരെ ഫ്രീ അല്ല. കുഴപ്പമില്ല, മാർച്ച് 1-ാം തീയതി അടക്കം നടത്താം. കാരണം ബാബാ തിരുമേനി വരുന്നതോടുകൂടി ഞങ്ങളുടെ കുടുംബം അങ്ങ് വലിയ കുടുംബമാവും. അതിനൊരു വഴിയ അമ്മച്ചിയുടെ റെഡ് ബോഡി വെച്ചിട്ടേ അത് പറ്റത്തുള്ളൂ. ഇനി ബാബാ തിരുമേനി പറഞ്ഞാൽ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഉടനടി ക്രിസോസ്റ്റമസ് തിരുമേനി വരാൻ പറ്റൂ? തിരുമേനി നോക്കുന്നു, അടക്കം നടത്താനായിട്ട് തീരുമാനിക്കുന്നു.
പോട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ. 16 വർഷം 17 വർഷമായി വൈദികനായിട്ട് 2 സംസ്കാര ശുശ്രൂഷയാണ് ഞാൻ നടത്തിയേക്കുന്നത്. ഈ ധന്യയുടെയും ജോസിയുടെ ഉൾപ്പെടെ ഒരു 10 20 കല്യാണമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഈ ഓർത്തഡോക്സ് വിശ്വാസികളുടെ അത് കൂടുതൽ കാണുന്നത്. മാർത്തോമാ സഭയിലൊന്നും അങ്ങനെ കാണാറില്ല. ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ പഠിക്കാത്ത, സഭ പഠിപ്പിക്കാത്ത ഒരു പുതിയ വിശ്വാസം വന്നിട്ടുണ്ട്. ഇവിടുന്ന് മരിച്ച് ബാവാതിരുമേനിയോ അല്ലെങ്കിൽ മെത്രാപ്പോലിത്തയോ അടക്കിയതാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചാൽ കയറ്റി വിടുമത് സ്വർഗത്തിലോട്ട്. അങ്ങനെ എങ്ങാണ്ടൊരു വിശ്വാസം. 2, തിരുമേനിമാര് കല്യാണം നിങ്ങളെടുത്തേ, കല്യാണം ഒന്നെടുത്തേ. കല്യാണം നടത്തുന്നത് അച്ഛന്മാരാണോ ഇപ്പം നടത്തുന്നത്? ഒരു തിരുമേനിയാണ്. എന്താണെന്ന് വെച്ചാൽ തിരുമേനി നടത്തിയാൽ ആദ്യത്തെ ഇരട്ടപ്രസവം കണ്ടാന്നൊരു വിശ്വാസം. അങ്ങനെ ജോസിക്കൊന്നും ഇല്ലാഞ്ഞോണ്ടാണ് എന്നെ വിളിച്ച് നടത്തിയത്. ഇതെങ്ങനെ നമ്മൾ പഠിച്ചു? ഇത് കൂദാശയല്ലേന്നേ, ഇത് കൂദാശയാണ്, ശുദ്ധീകരിക്കേണ്ടതാണ്. ഞാൻ ഈ ക്രമമൊക്കെ മറന്നുപോയി തുടങ്ങിയിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞല്ല, തിരുവചനം വായിക്കുന്നുണ്ട്, അതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റേ കൂദാശ ക്രമമൊന്നും ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് എനിക്കധികം പരിചയമൊന്നുമില്ല. നമ്മൾ എങ്ങനെയായി വിശ്വാസിയായി പഠിച്ചു നോക്കിയേ. ഇനി അടുത്തത്, മോന് നാട്ടിലോട്ട് വരാൻ തീരുമാനിക്കുന്നു, അടക്കം നാട്ടിൽ നടത്താൻ തീരുമാനിക്കുന്നു. എൻ്റെ ചോദ്യം, അമ്മയ്ക്ക് പണ്ട് 12 മണിക്ക് വേവുന്ന ചോറേ അമ്മച്ചി കഴിക്കും, ഫ്രിഡ്ജ് വെച്ച് കഴിക്കത്തില്ല. അമ്മച്ചിക്ക് 12 മണിക്ക് ചോറ്, 12:30 എരിശ്ശേരിയും കൂട്ടി പപ്പടം ഇട്ട് ഇളക്കി അമ്മച്ചി കഴിക്കുള്ളൂ. ചോദ്യം ഇതാണ്, അമ്മച്ചി എത്ര ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കണമെന്ന് ആര് തീരുമാനിക്കും? പറയുന്നേ. നമുക്കറിയാം അല്ലേ, കുഴപ്പമില്ല. ശരി, ആയിക്കോട്ടെ. നാട്ടിൽ വരുന്നു, അടക്കം അടിപൊളി. എനിക്ക് പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട്. അടിപൊളിയായിട്ട് അടക്കം നടന്നത് ഭയങ്കര. കാരണം ഞങ്ങൾക്ക് ഇതോടെ ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, 4 പേരെ അറിയിക്കണം. അതിനുള്ള വഴി ആണെങ്കിൽ ഇത് വെച്ചിട്ട് കളിക്കുക. ശരി, അടക്കം നടത്തി കഴിഞ്ഞിട്ട് അച്ഛൻ പാഴ്സണിലോട്ട് വരുമ്പോൾ ദാണ്ട് അവിടെ നിൽക്കുന്ന ഒരാള് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടുണ്ട്. ആരായിരിക്കും? മൂത്തമോൻ. ചോദ്യം ഇതാണ്, അച്ഛൻ ഫ്രീ ആയിരുന്നു? ആയി. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, പറ. അച്ഛന് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ശരി. അമ്മച്ചി മരിച്ചല്ലോ, ഞങ്ങൾക്ക് മറ്റന്നാൾ അങ്ങ് പോവുകയും വേണം. നാളെ രാവിലെ ആ 41 അടിയന്തരം ഒന്ന് നടത്താവോ? ഏതടിയന്തരോ? ഇത് ഈ ഹൈന്ദവന്റെ 41 എന്ന് പറയുന്ന ചാത്തം എന്തുവാന്നും കർത്താവേശ്വരൻ സ്വർഗാരോഹണം ചെയ്തതിന്റെ 40 എന്താണെന്ന് ഇതുവരെ നമുക്ക് മാർത്തോമായുടെ ദീപശിഖ കെടാതെ ഞങ്ങൾ എന്ത് പരിധിക്കുരു അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കത്തണ്ടേ? അതിനെന്താ ഇട്ടേക്കുന്നത് നമുക്കാർക്കും അറിയില്ല, അത് പഠിക്കത്തുമില്ല. നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ശരി, 41 അടിയന്തരം അടിപൊളിയായിട്ട് നടത്തും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇളയ മകൻ പറയും, അച്ചാച്ചാ മരിച്ചത് മനസ്സിലേ പറയുള്ളൂ, ഉറക്കം പറയാൻ അവൻ പ്രാണിയില്ല, അതിനുള്ള വകുപ്പില്ല. അവൻ മനസ്സിൽ പറയും, അച്ചാച്ചാ മരിച്ചത് എൻ്റെ അമ്മച്ചിയുടെ. അച്ചാച്ചന് അടിപൊളിയായിട്ട് നടത്തിയിട്ട് പോകും. എല്ലാ ഞായറാഴ്ചയും ഞാൻ 2 രൂപയുടെ മെഴുകുതിരി കത്തിക്കും. 40-ാം ദിവസം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഒരു കുർബാന നടത്തും. എൻ്റെ മാക്കുളം പള്ളി 1.5 കോടി രൂപയോളം ചെലവഴിച്ചാണ് 40 വീട്ടുകാരും പിന്നെ എൻ്റെ ഒരു സഹായം കൂടെ ചേർന്ന് പള്ളി പണിയും. പള്ളി പൊതുയോഗം തീരുമാനം എടുത്തൊരു തീരുമാനം നിങ്ങൾ പൊതുയോഗം വായിച്ചു നോക്കണം. അവിടെ അവരൊരു തീരുമാനം എടുത്തു, സെമിത്തേരി വൃത്തിയാക്കാൻ ആരെയും വിളിക്കത്തില്ല. നമ്മുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കല്ലറ നമ്മൾ തന്നെ എന്തോ ചെയ്യും, വൃത്തിയാക്കും. അത്രയും വൃത്തി മതി. ചോദിക്കട്ടെ, ചത്താൽ ആരെ കൊണ്ടാണ് പ്രയോജനം? നമ്മൾ ഈ പുകഴ്ത്തുന്നവരെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഒന്ന് ഓർത്തെടുത്താൽ മതിയെന്നേ. അവിടെ തീരും നമ്മുടെ പല പ്രശ്നങ്ങളും അവിടെ തീരും. പോട്ടെ, നിസ്സാരന്മാർ അവനോട് ചേർന്നു. അതിനുശേഷം ഇബ്താഹ് തോബ് ദേശത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അമോന്യര്, ഇനി ആ ചരിത്രം തുടങ്ങാൻ പോകുന്നത്, അമോന്യര് ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വരുന്ന വഴിക്ക് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി, ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ട വിജയിക്കത്തില്ല. കാരണം അമോന്യര് ശക്തരാണ്, അവരോട് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്കില്ല. യുദ്ധതന്ത്രം അറിയാവുന്ന ഒരു പരാക്രമശാലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. അവരന്നേരം ആലോചിച്ചു, ഇബ്താഹിനെ വിളിക്കാൻ തീരുമാനിച്ചു. ഇബ്താഹിന്റെ അടുക്കൽ ചെന്നു. ഇബ്താഹിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് ഇബ്താഹിനോട് വല്ലാത്ത ബഹുമാനം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇബ്താഹിനോട് ചെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇബ്താഹ് ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി ഇതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ നേതാവാകണം. ഐ വോണ്ട് ടു ബി ദ ലീഡർ. എനിക്ക് നിങ്ങളുടെ രാജാവാകണം, നേതാവാകണം. സമ്മതം.
വല്ലാണ്ട് ബഹുമാനം തോന്നി. എന്താ കാര്യം എന്നറിയാവോ? പറയേണ്ട കാര്യം കൃത്യം കാണിച്ചു കൊടുക്കാനായിട്ട് അവർ ഉപയോഗിച്ചതിന്റെ കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള അങ്ങനല്ലേ, മഞ്ഞനല്ല. അതുകൊണ്ടല്ലേ തിരുവചനം വളരെ കൃത്യമായി പറഞ്ഞു, അവന്റെ ശത്രു അവന്റെ വീട്ടുകാർ തന്നെ. അതെന്താന്ന് വെച്ചാൽ വെറുതെ സൂചിപ്പിച്ചിട്ട് പറയാനുള്ള കാര്യം തുറന്നു പറയും. ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം കോമേഴ്സുകാരെ പഠിപ്പിക്കും. 2ാം വർഷം പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ ആകാറുണ്ട്. അപ്പൊ ഞാൻ അതിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെൺകുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് സ്റ്റാഫിങ് ഒക്കെ ആകുമ്പോൾ എന്റെ ഡോക്ടറേറ്റിന്റെ വിഷയം അതൊക്കെ ആയിരുന്നുകൊണ്ട് ഇച്ചിരി അവരോട് ചേർന്ന് സംസാരിക്കാനൊക്കെ കഴിയും. അപ്പൊ ഈ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിലൊന്നും നടപ്പാകാൻ സാധ്യതയില്ലാത്തൊരു കലാപരിപാടിയുണ്ട്. ആ കലാപരിപാടിയുടെ പേര് പെണ്ണ് കാണലാണ്. ആ പെണ്ണ് കാണൽ ഒരു 8 വർഷവും 10 വർഷവും കഴിയുമ്പോൾ ആ കലാപരിപാടി നമ്മുടെ വീട്ടിൽ കാണത്തില്ല. ഇറ്റ്സ് ഓൾറെഡി ഫിക്സ്. നമ്മൾ അതിന്റെ ബാക്കി കാര്യത്തിലുള്ളൂ. കാരണം അവർ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് കൂടുതലും. അല്ല ഞങ്ങൾ പിടിച്ച മുയലെ കൊണ്ട് നടക്കണം അങ്ങനെ നിർബന്ധമില്ലാത്തവരാ. ഞാൻ പക്ഷെ പറയും, അബദ്ധത്തിൽ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുകയാണെങ്കിൽ മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് പോലും എന്താ കാര്യം എന്നറിയാമോ? മുഖത്ത് പൗഡറൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ചെറുക്കൻ പെണ്ണിനെ കണ്ടു. അവൻ എന്തോ മനസ്സ് വിചാരിക്കും, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇത്രയും ഉറക്കപ്പറ, പിന്നെ കറുത്തവരാണ് കുഴപ്പമുണ്ട്, ഞാനും ഒക്കെ അല്ല വെളുത്തവര് മാത്രമേ സുന്ദരമുള്ളൂ. ആരെ പറഞ്ഞതൊക്കെ ഒന്നുമല്ല, ഞങ്ങൾ കറുത്തവരും സൗന്ദര്യമുള്ളവരൊക്കെ തന്നെയാണ്. എന്തായിരുന്നാലും എൻ്റെ ഭാര്യ ഇത്രയും വെളുത്തതാണെന്ന് അവനങ്ങ് വിചാരിക്കും. അത് കഴിഞ്ഞ് 2ാമത് എൻഗേജ്മെന്റ് ആകുമ്പോഴേക്ക് 1 കോട്ട് കുട്ടിയുടെ ഒരു 5 കോട്ട് കൂട്ടി മൊത്തത്തിലങ്ങ് വെളുപ്പിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം വീട്ടിൽ വന്ന് വാഷ് ബേസിൽ മുഖം ഒന്ന് കഴുകി കഴിയുമ്പോഴാണ് അവന് മനസ്സിലായത് 1ാമത്തെ വഞ്ചന എപ്പോഴേ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ അത്രയും പറയാൻ കഴിയണം. ഇത് ഞാനാണ്, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി, പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്ക് വഴക്കില്ലല്ലോ. ഞാൻ എന്തിനാണ് റോൾഡ് ഗോൾഡിന്റെ സ്വർണ്ണമൊക്കെ ഇട്ട് നിന്നെ എനിക്ക് കാശുണ്ടെന്ന് കാണിക്കുന്നേ? ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പൊങ്ങച്ചം കാണിക്കുന്നേ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലാത്തത് എടുത്തു വെച്ചോണ്ട് ഞാൻ എന്തൊക്കെയാന്ന് കാണിക്കുമ്പോ അല്ലേ എനിക്ക് നാളെ പിടിവള്ളി ഇല്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നേ? വരാൻ പോകുന്ന വാഴക്കൊലയുടെ എണ്ണം നോക്കി സ്ത്രീധനം പറയാൻ പോകുന്ന എന്തിനാന്നേ? ഉണ്ടാകാൻ പോകുന്ന തെങ്ങിന്റെ പൂക്കല എണ്ണി നോക്കിയിട്ട് ഇത്ര രൂപ തരാമെന്ന് പറയാൻ പോകുന്ന എന്തിനാന്നേ? എനിക്ക് ഇത്ര ഉള്ളെന്നേ, നിനക്ക് താല്പര്യമുണ്ടെ മതിയെന്നേ. അത് പറയാനുള്ള ധൈര്യം എന്താ നമുക്കില്ല പോകുന്നേ? കർത്താവ് യേശുവിന്റെ അടുക്കൽ മോശ ചോദിച്ചു, നീ ആരാണ്? മുൾപ്പടർപ്പൊക്കെ കണ്ടപ്പോ വല്ലാണ്ട് പേടി തോന്നിയിട്ടാ മോശ ചോദിച്ചു, നീ ആരാണ്? എന്നാ ദൈവം പറഞ്ഞ മറുപടി, ഞാനാകുന്നവൻ നിനക്ക് വഴിയെ മനസ്സിലാക്കിക്കോളൂ. അല്ല ഞാനിപ്പോ നിന്റെ അടുത്ത് ഇതാ അതാന്ന് പറയുന്നതിലും ഭേദം നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. അതാണ് അതിന്റെ റിയാലിറ്റി. എന്തായിരുന്നാലും ഇത്താഹ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നേതാവാകണം. അവർ സമ്മതിച്ചു. ഇത്താഹ് കൂടെ പോയി. ഇത്താഹ് പോകുന്നതിന് മുമ്പ് മിസ്പയിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഇങ്ങനെ പോവുകയാണ്, കൂടെ ഇരിക്കണേ. അമോന്യരുടെ അടുക്കൽ മെസ്സേജ് അയച്ചു, ദയവായിട്ട് നിങ്ങൾ യുദ്ധത്തിന് വരരുത്, ഇത് ദൈവത്തിന്റെ ജനമാണ്, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ വരരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ യുദ്ധത്തിന് ഒന്ന് വിട്ടു, 2 വിട്ടു, 3 തവണ വിട്ടു. സന്ദേശകരെ വിട്ടപ്പോഴൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം അവർ യുദ്ധത്തിന് തയ്യാറെടുത്തു. വരുമ്പം ഇത്താഹ് ഒരു പ്രതിജ്ഞ കൂടെ ചെയ്തു. ആ പ്രതിജ്ഞ ഇതായിരുന്നു, ഞാൻ യുദ്ധത്തിന് പോയി ജയിച്ചു വരുമ്പം എന്നെ എതിരേറ്റു വരുന്നത് എന്താ, ഞാൻ അതിനെ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും. വല്ലാണ്ട് ഒരു പ്രതിജ്ഞയായിപ്പോയി. ഇത്താഹ് ജന്മത്തിൽ ചിന്തിക്കാത്ത പ്രതിജ്ഞയായിപ്പോയി. ഇത്താഹ് പ്രതിജ്ഞ എടുത്തു. യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പം എതിരേറ്റു വരുന്ന തന്റെ ഏകജാതയായ മകളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത്താഹ് മകളോട് പറഞ്ഞു, വസ്ത്രമൊക്കെ കീറിയിട്ട് മകളോട് പറഞ്ഞു, മോളെ ഞാൻ യഹോവയോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം അവള് ആരാണ്? ഇത്താഹിന്റെ മകൾ, പേര് പറയുന്നില്ല. ഇത്താഹിന്റെ മകൾ ഇത്താഹിനോട് പറഞ്ഞ വാചകമാണിത്. 13 വയസ്സ് എന്ന് പല രേഖകളിലും കാണുന്നു. പേര് കൃത്യമായി പറയാത്തോട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഏകദേശം എല്ലാവരും 13 വയസ്സെന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞൊരു വാചകമാണ്, ആ
അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു. ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം എന്ന് പറഞ്ഞു. ഈ വാക്യം വല്ലാണ്ട് ശക്തമായ വാക്യമാണ്. ഈ വാക്യം അപ്പൻ സമ്മതിച്ചു. അവളെ ഹോമയാഗം കഴിക്കുന്നതിന് മുമ്പ് വിലാപം കഴിക്കാനായിട്ട് അയച്ചു. അതിനുശേഷം ഒന്ന് അവളെ ഹോമയാഗം കഴിച്ചു. ഇനി ആ 40-ാമത്തെ വാക്യം ഇടുന്ന വായിച്ചു. ഇസ്രായേലിനെ കന്യകമാർ 4 ദിവസം ഗിലെയാദിനായ ഇഫ്താഹിനോട് ഇഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. പിന്നെ ആണ്ടുതോറും, എന്താ ആണ്ടുതോറും എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിരണം പള്ളിയുടെ പെരുന്നാൾ ഓഗസ്റ്റ് 15. ദൈവം അനുഗ്രഹിച്ചിട്ട് 1926 പെരുന്നാൾ ആചരിച്ചു. 2026 പെരുന്നാൾ ആചരിക്കും. 2126 പെരുന്നാൾ ആചരിക്കും. ആണ്ടുതോറും നമ്മൾ കണ്ടുപിടിച്ചാലോ കേട്ടോ. ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ ഗിലെയാദിനായ ഇഫ്താഹിന്റെ മകളെ കീർത്തിക്കുവാൻ പോകുന്നത് എത്ര ദിവസമാ? 4 ദിവസം. നിങ്ങൾ മിക്കവാറും ഒക്കെയുള്ള പള്ളി എടുത്തോ, എനിക്ക് ഇവിടുത്തെ കൃത്യമായിട്ട് അറിയില്ല. മിക്കവാറും എല്ലാ പള്ളിയിലും 4 ദിവസം വചന ശുശ്രൂഷയും 1 ദിവസം പ്രദക്ഷിണവും കുർബാനയും കൂടെ ചേർത്ത് നിർത്തുകയാണ്. 4 ദിവസം ഇഫ്താഹിന്റെ മകളെ കീർത്തിക്കാൻ പോകുന്ന ഇസ്രായേലിൽ ഒരു ആചാരമായിരുന്നു. നിങ്ങൾ എടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഞാൻ ഈ സമയം വരെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പരിപാടിക്ക് വേദപുസ്തകത്തിന് അടിസ്ഥാനം ചോദിക്കരുത്. വേദപുസ്തക അടിസ്ഥാനമായിട്ടാണ് ഓർത്തഡോക്സ് സഭയുടെ നിലനിൽപ്പ്. ഒരു തർക്കവുമില്ല ഈ സമയം വരെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില പണികളുണ്ട്. അതിന് വേദപുസ്തക അടിസ്ഥാനം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഈ അടുത്തിടയ്ക്കുള്ള പുതിയ ഐറ്റമാണ് ലൈറ്റ് ഷോ അല്ലേ? അതിന് വേദപുസ്തകത്തിൽ എവിടെ അടിസ്ഥാനം വെച്ചാൽ എന്തോ പറയാനാ? അതിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല. അതൊക്കെ കാണിക്കുന്ന പോലെ. ഞാൻ ഈ അടുത്തിടയ്ക്ക് എനിക്ക് രസം തോന്നിയ 1-2 ഇടത്തെ ലൈറ്റ് ഷോ സ്വിച്ച് ഓൺ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ പണ്ടൊരു സിനിമയ്ക്കകത്ത് മോഹൻലാലും പറയുന്നൊരു വാചകമുണ്ട്, എല്ലാത്തിൻ്റെയും കൂടെ ലാ ചേർത്താൽ ഇവരുടെ ഭാഷയാവും എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും കൂടെ ദൈവനാമത്തിൽ ചേർത്താൽ ക്രിസ്തീയമാവുന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ദൈവനാമത്തിൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ദൈവനാമത്തിൽ ബൾബ് കത്തിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ ദൈവനാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്രിസ്തീയമാവുന്നൊരു വിശ്വാസം ഒരിക്കലുമില്ല. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ കൃത്യമായി പറയാത്തതിനൊന്നും വേദപുസ്തക അടിസ്ഥാനം തപ്പണ്ട. വേദപുസ്തകം അടിസ്ഥാനമായിട്ട് ജീവിക്കുന്ന സഭയെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇവരുടെ വായിൽ നിന്ന് വന്ന ഈ ചെറിയ വാക്യത്തിലുണ്ടായ ഒരു 4 കമ്മിറ്റ്മെന്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ പ്രതിബദ്ധത എന്നൊക്കെ പറയും. ആ വാക്ക് അത്രമാത്രം മനസ്സിലാവുന്ന എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ചേർത്ത് പറഞ്ഞ്. അവരുടെ വായിൽ വന്ന 4 പ്രതിബദ്ധത പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിച്ചോളാം. 1, ദൈവത്തോടും സഭയോടുമുള്ള അവളുടെ പ്രതിബദ്ധത. ദൈവത്തോടും സഭയോടുമുള്ള പ്രതിബദ്ധത. 1, അവള് പറയുകയാണ്, അപ്പ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റണം. പറയാൻ ആരും അപ്പയോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തോട് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി പള്ളിയിൽ ജാഗരണ പ്രാർത്ഥന നടത്തുമ്പോൾ പോയിരിക്കുന്ന മിക്കവാറും എല്ലാവരും, ഞാനും ഒരു 10-18 വർഷമെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളാണ്. വേറൊന്നും അല്ല, കർത്താവേ ജനുവരി 1-ാം തീയതി മുതൽ വേദപുസ്തകത്തിന്റെ 1-ാം പേജ് മുതൽ ഞാനങ്ങ് വായിച്ച് അല്ലേ, അത് നമ്മൾ അവിടെ നിർത്തി. രാവിലെ നടക്കാൻ പോകുന്ന പരിപാടി ജനുവരി 1-ാം തീയതി പോലെ തുടങ്ങി, അത് അവിടെ നിർത്തി. പോട്ടെ, അതൊക്കെ സന്ദർഭവശാൽ വ്യക്തിയത. ഇനി ഈ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകമുണ്ട്. എല്ലാ പരീക്ഷയുടെ തലേദിവസം ഒരു പ്രതിജ്ഞ എടുക്കും. കർത്താവേ, ഈ പരീക്ഷയ്ക്ക് എന്നെ കൃത്യമായി എന്ന് നല്ല മാർഗം മേടിച്ച് ജയിപ്പിച്ചാൽ അടുത്ത പരീക്ഷ പോലെ ഞാൻ തലകുത്തി ഇത് പഠിച്ചങ്ങ് നടന്ന കാര്യങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ഇതേ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ദൈവ അവസരം ഒരുക്കുന്നുണ്ട്. എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇത് വ്യക്തിഗതമാണ്. എന്നാൽ കൗദാശികമായ ചില പ്രതിജ്ഞയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൗദാശികമായ ചില പ്രതിജ്ഞയുണ്ട്. 1-2 ഉദാഹരണം പറയാം. 1, മാമോദിസ. മാമോദിസയ്ക്ക് മാതാപിതാക്കള്, കുഞ്ഞ്, കാർമികൻ, ഇതല്ലാതെ ഒരാളൂടെ വേണമെന്ന് നിർബന്ധമുണ്ട്. ആരാത്? ഉറക്കെ പറയുന്നു.
അത് ഇങ്ങനെ എനിക്ക് കേൾക്കാൻ വേണ്ടി ഒരു സുഖമുണ്ടെന്ന്, അതിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പം ആരാ വേണ്ടി? തലത്തൊടുന്നാൾ. ഞാൻ ഇന്ന് വരെ തലത്തൊടുന്നാളെന്ന് പറയല്ല, ഞാൻ ജാമ്യക്കാരനെ പറയുള്ളൂ. തലത്തൊടാൻ. അപ്പം എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, നിരണത്തെ ആളുകളുടെ അറിവൊന്ന് ചോദിക്കട്ടെ. മകൻ്റെ മകനാണ്, ആദ്യത്തേത് കുഞ്ഞു മകനാണ്. ആരാ തലത്തൊടണ്ടേ? വല്യപ്പൻ്റെ പറഞ്ഞാൽ പറ്റത്തില്ല, അപ്പൻ്റെ അപ്പനോ അമ്മയുടെ അപ്പനോ? അപ്പൻ്റെ അപ്പൻ. ഒരു സംശയമില്ല, അങ്ങനെ തന്നെ കൂടെ നടക്കട്ടെ. നിരണം പള്ളി ചെന്നിട്ട് നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് കേട്ടോ, ഇപ്പം ഈ ഒരു പുതിയൊരു ഐറ്റം ഉണ്ട്. പരിമല പള്ളിയിൽ 41 മാമൂസയുടെ കൂടെ നിർത്തി മാമൂസ നടത്തിയാലായിട്ട് പ്രത്യേകത ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതെന്തോന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. 41 ഒരു കൊച്ച്. ഇപ്പം അതിന് സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ 2006 ഇവിടെ ഉണ്ടായിരുന്നു, പരിമല പള്ളിയിൽ ഒരു 2-3 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാർമികൻ വിളിച്ചു. ഈ 41 പേരുടെ പേര് പറയാൻ കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാർമികൻ വിളിച്ചു പറഞ്ഞു, മാമൂസ മുങ്ങുന്ന ഇന്നാര് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ തലത്തോടുന്ന് അപ്പം വിളിച്ചു പറഞ്ഞു, മാമൂസ മുങ്ങുന്ന ഇന്നാര് നീന്ന്. കൊച്ചു പള്ളിയിലാണെങ്കിലല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 41 പേരുടെ കൂടെ മാമൂസ കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേക കിട്ടുമെന്നാണ് വിചാരം. ഇവിടുത്തെ വെള്ളവും അവിടുത്തെ വെള്ളവും പരിമല വെള്ളവും എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്തായാലും സന്ദർഭവശാൽ ഓർപ്പിച്ച് പോകുന്നതാണ്. തലതൊടുന്ന ആള് വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ. രണ്ടാമത്തേത് മകന്റെ പെൺകുഞ്ഞ്. മകന്റെ ആദ്യത്തെ മോനായിരുന്നു, രണ്ടാമത്തെ പെൺകുഞ്ഞ. തലതൊടുന്ന ആരാ? അപ്പൻ്റെ അമ്മ. അച്ഛൻ 2 ശബ്ദം കേൾക്കുന്ന പോലെ തോന്നുന്നില്ല അച്ഛൻ. അപ്പൻ്റെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ? എന്താ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ. ഉറക്കെ ഒന്നോട് പറഞ്ഞേ, അപ്പൻ്റെ അമ്മ. എന്താ ഇത്ര സംശയം? എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് സംശയമാ അല്ലേ? പെണ്ണ് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോ തന്നെ മിടുക്കം മോതിരവും മിടുക്കം മാലയിട്ട് വിളിച്ചോണ്ട് പോകും. പിന്നെ 9 മാസമല്ല, അവൾ എത്ര മാസം ഗർഭിണിയായിട്ടിരിക്കുന്നു അത്രയും കാലം അവളെ നോക്കും. അത് കഴിഞ്ഞ് ഈയക്കാവോന്ന് പറഞ്ഞ കൊച്ചു കീറുമ്പം ആ തള്ള എഴുന്നേക്കത്തില്ല. ഈ വലിയവളെ പോയി കണ്ണിന്റെ ചുറ്റും കറുപ്പ്. തിരിച്ചു വരുമ്പം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, അലുവ, കേക്ക്, ലഡു ഇതെല്ലാം കൂടെ കൊണ്ടുവരും. അപ്പോഴും വല്യമ്മയ്ക്ക് എന്തോ അവകാശമില്ല, തല തൊടാനുള്ള അവകാശം ഇല്ല. അല്ല, എന്ത് നല്ല ആചാരമാണെന്നല്ലേ ചോദിക്കും. സഹോദരങ്ങളെ, അപ്പനായാലും അമ്മയ്ക്കായാലും 23 ക്രോമസോം കൊടുക്കാനുള്ള അവകാശമുള്ളൂ. ആരായിക്കോട്ടെ. ഓർത്തഡോക്സ് സഭയ്ക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എങ്കിലും അമ്മയുടെ അമ്മയ്ക്കൊന്ന് കൊടുത്തേരുന്നേ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. ചിലരൊക്കെ കണ്ണു കാണിക്കാ പറയുന്ന അങ്ങോട്ട് പിറ്റേടെ ഈ 60 വയസ്സ് കഴിഞ്ഞവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. നിങ്ങൾ ഈ 30 വയസ്സുകാര് 35 വയസ്സുകാര് 60 വയസ്സാവുമ്പം ഇമാതിരി മൊഷടത്തരം കാണിക്കാതിരുന്നാ മതി. വിട്ടേര് മറ്റവരെ. നമ്മൾ മൊഷടരാകാതിരുന്നായി. പണ്ട് എന്നെ തൊടിയിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ നിന്നെ? ആ മൊഷടത്തരം എടുക്കാതിരുന്നാ മതി. പോട്ടെ, ഞാൻ പറയട്ടെ ഒരു സത്യം, ഒരു വളരെ രഹസ്യമായ ഒരു സത്യം പറയാം. സഹോദരങ്ങളെ, തല തൊടുന്നത് അപ്പൻ്റെ അപ്പനുമല്ല, അമ്മയുടെ അപ്പനുമല്ല. അപ്പൻ്റെ അമ്മയല്ല, അമ്മയുടെ അമ്മയല്ല. തല തൊടുന്ന ഒരാളായിരിക്കണമെന്നേ ഉള്ളൂ. പുരുഷന് ഓർത്തഡോക്സുകാരനായ പുരുഷൻ, സ്ത്രീക്ക് ഓർത്തഡോക്സുകാരിയായ സ്ത്രീ. ഇതല്ലാതെ വേറൊരു കണ്ടീഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയാം അങ്ങനെ അല്ലച്ച, പണ്ട് മുതലേ അങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ട് പാടാം. പാട്ട് ഇങ്ങനെയാ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടാ. വളരെ അർത്ഥവത്തായ ഗീതങ്ങളാ കൂദാശയ്ക്കകത്തുള്ളത്. മാമോദീസ വെള്ളത്തിൽ മുങ്ങി കാർമികൻ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുക്കുമ്പം ചൊല്ലുന്നൊരു പാട്ടുണ്ട്. മാമോദീസായിൻ നീരിൻ ആത്മാവാൽ ജാതം ചെയ്തോരു ഈ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം. ബാക്കി പറ. വല്യപ്പച്ചന്നല്ല, വല്യമ്മച്ചിന്നല്ല, സഭയെ ഏൽക്കാനാ പറഞ്ഞത്. അല്ല, ഇന്ന് വരെ എടുത്തപ്പോ ചോദിച്ചില്ല അപ്പൻ്റെ അപ്പനാണോ, മൂത്ത കുഞ്ഞായെന്നാ പിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. സഭയോട് ഏൽക്കാൻ പറഞ്ഞപ്പം ഒറ്റ ചോദ്യം സഭ ചോദിച്ചു. കാർമികൻ ഒറ്റ ചോദ്യം ചോദിച്ചു, നീ കുമ്പസാരിച്ച്, ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ കുമ്പസാരിച്ച് കുർബാന കൊണ്ടതാണോ? അത് ഓർത്തഡോക്സുകാരനെ പറ്റുള്ളൂ എന്നുകൊണ്ടാണ് ആളിന് കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ അതിന് വിളിക്കുന്ന പേര് ജാമ്യക്കാരൻ. എന്താ ജാമ്യക്കാരൻ? ദൈവത്തിനു മുമ്പാകെ സഭയുടെ പ്രതിനിധിയായി ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുമ്പം പറയുന്ന, മനസ്സിൽ പറയുന്ന പരിശുദ്ധ സഭയുടെ മുമ്പാ വിളിച്ചു പറയുന്ന പ്രത്യേകമുണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം. ഇല്ലെങ്കിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പ്രതി ഹാജരായില്ലെങ്കിൽ പ്രതിക്ക് പോലെ ആരാ ഹാജരാകുന്നത്? ജാമ്യക്കാരൻ. ആ ഉത്തരവാദിത്തമാണ് ഓരോ തലതൊടുന്ന ആളുകളെയും ഏൽപ്പിച്ച് സഭ വിടുന്നത്. നമുക്കതൊന്നുമല്ല പ്രശ്നം. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ കൊച്ചിനെ തലത്തൊട്ടില്ലെങ്കിൽ പിന്നെന്താ അല്ലേ?
വലിയ ഉത്തരവാദിത്തം അത് കേട്ടോ. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ എടുത്താൽ മതി. ഞാനൊരു പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, 10-32 വയസ്സുള്ള പയ്യൻ, അവൻ ഓടി കിതച്ച് എൻ്റെ അടുക്കളോട്ട് വന്നു. അച്ഛാ, കരഞ്ഞോണ്ടാ വരുന്നത്. അച്ഛാ, എൻ്റെ കുഞ്ഞിനെ മാമോസം വെക്കണം അച്ഛൻ, നാളെ മറ്റന്നാളിലും അച്ഛന് പറ്റുന്ന ദിവസം നോക്കി നമുക്ക് മുക്കാ. ചേച്ചി എന്തുകൂടെ കാര്യം? അല്ലച്ച പെട്ടെന്ന് വേണം. ഞാൻ എന്തോ കാര്യം? അപ്പച്ചന് തീരെ വയ്യ, ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം, നേരത്തെ മാമോസം നോക്കി അപ്പച്ചനെ കൂടെ തൊടിച്ചങ്ങ് വിടാമല്ലോ. ആ, അപ്പച്ചനെ വിടാനുള്ള പല ഐറ്റം. ഒരാൾ എന്നോട് പറഞ്ഞു, അല്ല അച്ഛാ കൊടുക്കാവുന്ന തൈലാഭിഷേകം വരെ കൊടുത്തു, ഇതുവരെ പോയില്ലെന്ന്. എന്തെല്ലാം ഐറ്റങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അലച്ചയ്ക്ക്, എന്തെല്ലാം ഐറ്റങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സഹോദരങ്ങളെ. ഇത് ദൈവത്തിന് മുമ്പാകെയുള്ള പ്രതിജ്ഞ. 2 എല്ലാം പറയണമെന്നുണ്ട്. ഒരു കൂതാശ പറഞ്ഞു, ഇനി ഒരു ശുശ്രൂഷയുടെ പറയാം. മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുക. ഇവിടെ അധികം പുരുഷന്മാരില്ല, എന്നാലും പുരുഷന്മാർ കുറച്ച് പേരുണ്ടല്ലോ. എന്തിനാ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുന്നേ? എന്തിനാ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുന്നേ? മുട്ട വിരിഞ്ഞോ എന്ന് സംശയം തോന്നുന്ന പാടെ പിടിച്ച് മദ്ബായി കയറ്റാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന വികാരി അച്ഛൻ ഇതുപോലെ കൊളരുതാത്തൊരു വികാരിയില്ല. പണ്ടത്തെ വികാരി എന്നെ മൂക്കള വരെ പിഴിഞ്ഞു കൊടുക്കുമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആ വികാരിയോട് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വികാരി അന്നേരെ കൊച്ചിനെ എന്തോ ഇതന്നെയായിരുന്നു മധു. ഈ വികാരിക്ക് മൊഷടോടെ മൊഷട ഇല്ലേ? കാരണം എന്താ? 2 കാര്യങ്ങളാ. ഒന്ന്, ആ കൊച്ചന് അവൻ്റെ അപ്പൻ്റെ സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ അവനെ നേരെ വളർത്താൻ എങ്ങോട്ട് വിട്ടാൽ മതി? മദ്ബായിലോട്ട് വിട്ടാൽ. 2, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ അവനെ എങ്ങോട്ട് കയറ്റിയാൽ മതി? എനിക്കറിയത്തില്ല, ദുർഗുണ പരിഹാര പാഠം ട്യൂഷൻ സെന്റർ എന്നാ മദ്ബായെന്ന്. ഇത് 2 ഇപ്പൊ മദ്ബഹ. എവിടുന്ന് ഇങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഒരു ചിന്ത അനുസരിച്ചാ. സഹോദരങ്ങളെ, മദ്ബഹായിൽ കയറുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന തക്സയുടെ ബാക്കിലുണ്ട്, നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അടിമ നുകത്തിന് സ്വയം താഴ്ത്തി നിൽക്കുന്ന ഈ ദാസന്റെ മേൽ ആവസിക്കണമെന്ന. അടിമ എന്ന് പറഞ്ഞാൽ once you have become a slave, then your entire life will become a slavery life. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ കുപ്പായ വിട്ട് മദ്ബഹായിൽ കയറുന്നെങ്കിൽ ഞാൻ മരിക്കണ വരെ ശുശ്രൂഷനായിരിക്കും. That is why the Catholics of മലങ്കര സഭയുടെ കാതോലിക്ക ശുശ്രൂഷ കുപ്പായ വിട്ട് മാത്രമേ കാപ്പ ധരിക്കുള്ളൂ. ഇത് നമുക്ക് അങ്ങനല്ല. ഈ 10ാം ക്ലാസ്സിൽ A+ ഒരെണ്ണം കുറഞ്ഞ ഇനി ഞാൻ എങ്ങോട്ടില്ല? മദ്ബഹായിലില്ല. എവിടുന്ന് കിട്ടിയ ശീലം? ദൈവത്തിന് മുമ്പ് പ്രതിജ്ഞ എടുത്തല്ലേ? പരിശുദ്ധ മദ്ബഹായുടെ മുമ്പ് ആ മുട്ട് കുത്തി നിന്നുകൊണ്ട് പ്രതിജ്ഞ എടുത്തല്ലേ? ഇങ്ങനെ ഓരോന്നും. എനിക്ക് തൽക്കാല സമയം ഇല്ലാത്തതുകൊണ്ട് അവള് പറയാ, അപ്പയുടെ ആരും പറഞ്ഞില്ലല്ലോ മദ്ബഹായി കയറണമെന്ന്. പറഞ്ഞോ? അപ്പയുടെ ആരിലും പറഞ്ഞോ തല തൊടണമെന്ന്? ഇല്ലല്ലോ. അപ്പ തന്നെ പോയി തൊട്ടല്ലേ? അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നേ ചെയ്യണം. 2, അവള് പറയാ, അപ്പയ്ക്കു വേണ്ടി, ആ വാക്യം അങ്ങനെ തന്നെയാ, അപ്പയ്ക്കു വേണ്ടി യഹോവ യുദ്ധം ചെയ്തെങ്കിൽ അപ്പ വാക്ക് പാലിക്കുന്നു. അപ്പയ്ക്ക് വേണ്ടി. എനിക്ക് ഏറ്റവും പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം എവിടെയെന്നറിയാമോ? വിചാരിക്കില്ല ഇവിടെ കേട്ടോ, പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ പ്രത്യേകമുള്ളൂ, അവിടെ നിന്ന് എത്ര മണിക്കൂർ വേണമെങ്കിൽ പ്രസംഗിക്കാം, അവരവിടെ ഇങ്ങനെ ഇരുന്ന് തന്നോളൂ, ഒരു കുഴപ്പമില്ല. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും ഒട്ട്. ഞാൻ തമാശ പറയും, നിങ്ങൾ ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അവർക്ക് ഇതൊന്നോട്ട് മനസ്സിലാവില്ല. അവരെ നമ്മൾ വിളിക്കും ബുദ്ധിമാന്യമുള്ളവരെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ആളുകളെ ശ്രദ്ധിക്കും. ചില ആളുകളുണ്ട് ചിരിച്ചോണ്ട് പോകും, പെട്ടെന്ന് കരയും, കല്ലെടുത്തെറിയും, കുളിക്കത്തില്ല, നനയ്ക്കത്തുമില്ല. നിങ്ങളുടെ നാട്ടിലെ ആരുടെയും കാര്യമല്ല കേട്ടോ, കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്നൊക്കെ പറയുന്നത്. അവരെ നമ്മൾ വിളിക്കും ഭ്രാന്തരെന്ന് വിളിക്കും ഇല്ലേ? ഈ 2 പേരെയും നമുക്ക് കാണുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയാമോ? എൻ്റെ തമ്പുരാനെ, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. ബുദ്ധി കൂടി എനിക്ക് എന്തും ആയിട്ടുമില്ല, ഭ്രാന്ത് ആയിട്ടുമില്ല. മനസ്സറിഞ്ഞ് പാടിക്കോണം. നിന്നതല്ല നാം, ഒന്നും കൊണ്ട് അഹങ്കരിക്കല്ലേ, ഒന്നും കൊണ്ട് അഹങ്കരിക്കല്ലേ. 5 കൊതു ആഞ്ഞ് 3 ദിവസം വിചാരിച്ചാൽ ഉറക്കം പോയിട്ടും ഭ്രാന്തുമില്ല. 5 കൊതു ആഞ്ഞ് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ സ്ഥിരമായി നിങ്ങൾ മാസത്തിലൊരിക്കൽ ചോറുപൊതി കൊണ്ടുപോകണമെന്ന് പറയുന്നതിൻ്റെ കാരണം ചോറുപൊതിയുടെ വലിപ്പമോ അവർക്ക് ചോറില്ലാഞ്ഞിട്ടോ അല്ല. നമ്മളൊന്ന് കാണണം അനങ്ങാൻ വയ്യാതെ കിടക്കുന്നവരുടെ കിടപ്പിൻ്റെ കാഴ്ച. കഴിഞ്ഞ ഞായറാഴ്ച ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ സെമിത്തേരി വൃത്തിയാക്കുന്നത്. ആ സമയത്ത് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നപ്പം ആ കെട്ടിയേക്കുന്ന കാലിൻ്റെ മണ്ടയ്ക്കൂടെ പുഴു ഇറങ്ങി വരികയാണ്. നമ്മൾ 2 കാലും കൊണ്ടാണ് ഓടുന്നതെന്നാണ് പറയണത്. നടക്കാൻ വയ്യ. അവസാനം 3000 രൂപയുടെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ മാക്കുളം പള്ളിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആംബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, മുറിച്ച് കളയാൻ വേണ്ടി.
32 വയസ്സുള്ളൊരു സ്ത്രീ. സഹോദരങ്ങളെ, നിന്നതല്ല കേട്ടോ, നമുക്ക് തോന്നുന്നതാ. നമ്മൾ നിന്ന, നമ്മൾ കഴിഞ്ഞ, നമ്മളില്ല, നമ്മളാല് തോന്നിയതാ. ഇതൊക്കെ ചുമ്മാതാ. 2, എനിക്ക് ഈ വിദ്യാഭ്യാസം ഇങ്ങനെ 3-4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ പ്രൊഫസറിനെ കാണാൻ പോകുമ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, സത്യമായിട്ട് വിഷമമുണ്ട്. കാരണം ഇത്രയൊക്കെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ഈ കൊച്ചു പിള്ളേരുടെ അടുത്ത് കഴിഞ്ഞാൽ തറ പറ പന പഠിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അച്ഛാ മിണ്ടരുത് അങ്ങനൊന്നും. കാരണം 12 പേര് ഡോക്ടറേറ്റിന് ജോയിൻ ചെയ്തിട്ട് 2 പേർക്ക്, അച്ഛനും എറണാകുളംകാരി സിനി എന്ന് പറയുന്ന കുട്ടിക്കും മാത്രമാണ് ഒരു ജോലി കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് കയറി പോകുമ്പം നീളത്തിലൊരു കുരിശ് വരച്ചേക്കണം, എന്നിട്ട് പാടിക്കോണം, നേടിയതല്ല. 2 നിലയുടെ മണ്ടയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോഴേ ഇത്തിരി കുറവൊക്കെ ഉണ്ടെന്ന്, ഇച്ചിരി തണുപ്പൊക്കെ കുറവുണ്ട്. പക്ഷെ അന്നേരം ഒന്നും അഹങ്കരിച്ചിട്ട് മേളിൽ നിന്നുകൊണ്ട് പറയരുത് എൻ്റെ വീട് 2 നിലയാണ് കേട്ടോ. നമ്മളെക്കാളൊക്കെ കഴിവുള്ളവരൊക്കെ ഈ ലോകത്തുണ്ട്. ദൈവം തമ്പുരാൻ തന്നൊരു യോഗമായത്, യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല. അത് നമ്മളൊന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ മതി. അപ്പയ്ക്ക് വേണ്ടി അമോന്യരോട് യുദ്ധം ചെയ്തത് ദൈവമാണ്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി വഴി തുറന്നു തന്നത് ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലേ, വചനം ഘോഷിക്കാൻ എവിടെ അവസരം കിട്ടിയാലും ഒന്നും ഞാൻ നോക്കാറില്ല, പോകും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പോകും. ബാക്കി എന്തിനും ഞാൻ മുടക്കം വെക്കും. വചന ശുശ്രൂഷയ്ക്ക് മുടക്കം വെക്കാത്തതിന് കാരണം ഈ ശബ്ദം ഇന്ന് നിലയ്ക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഇന്ന് നിലയ്ക്കാൻ, മറന്നു പോകാതെ ജീവിക്കാൻ നമുക്കായിട്ട്. 3, അവള് പറയുക, അപ്പാ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 മാസം അവധി തരണം, വിലാപം കഴിക്കാൻ. ഞാൻ അവളോട് ചോദിച്ചു, മോളെ എന്നെ മണ്ടത്തരവാ നീ പറയണേ, നിന്നെ കൊല്ലാൻ പോകുന്ന ആരുടെ അടുക്കലാ? യഹോവയുടെ അടുക്കല. പിന്നെ നീ യഹോവയുടെ അടുക്കൽ വിലാപം കഴിക്കാൻ പോവുകയാണോ? അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം അറിഞ്ഞോണ്ടാ. നമ്മൾ പലതും പറയാറില്ലെന്നേ, എനിക്ക് അത് കിട്ടിയില്ല. ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ എത്ര എനിക്ക് പറയാൻ അറിയില്ല, ഞങ്ങളുടെ നാട്ടില് ഒരു കാര്യം പ്രാർത്ഥിക്കും, അത് പള്ളി വന്നെന്ന് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് അച്ഛനോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും. അത് രണ്ടും നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്, 9 ആഴ്ച പോയാൽ കാര്യം സാധിക്കുന്ന പള്ളി. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, കർത്താവ് അബദ്ധത്തിൽ പോലും കർത്താവിനെ കണ്ണിപ്പെടാതിരിക്കരുത് ഇവർ വരുന്നത്. കാരണം കർത്താവ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, 1, 2, 3, 4, 9 വരെ കൃത്യമായിട്ട് എണ്ണി. അബദ്ധത്തിൽ കർത്താവിന് എണ്ണം തെറ്റിയ കാര്യം നടക്കത്തില്ല. അവർ 9 ആഴ്ച പോയത് വെറുതെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്തുണ്ട് ഏതാണ്ട് ആസനമുള്ള മാതാവും ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ബാക്കിയുള്ള മാതാവിനൊന്നും സിംഹാസനം ഇല്ലാത്ത, ബാക്കി ആരും ഇരിക്കുന്നില്ലെങ്കിലും അങ്ങനത്തെ മാതാവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളു. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൂല് കെട്ടുന്ന പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. നൂല് പൊട്ടുമ്പം ആഗ്രഹം സാധിക്കും. ഇതൊക്കെ പൊക്കോണം, ഒക്കെ പൊക്കോണം. കാരണം നമ്മുടെ ദൈവത്തിന് അത്ര കഴിവില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്നൊരു സത്യമുണ്ട്. 10 വർഷം മുമ്പ്, ഒരുപാട് വർഷമോ കുഞ്ഞുനാളൊന്നും വേണ്ട, 10 വർഷം മുമ്പ് നടക്കാതെ പോയ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണോ ദൈവത്തോട് പറഞ്ഞത് അത് ഓർത്ത് ഇന്ന് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അന്ന് അത് നടക്കാതെ പോയത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയത്. അന്ന് നടക്കാതെ പോയപ്പോൾ എനിക്ക് വലിയ വിഷമം, ഞാൻ ദൈവത്തോട് വലിയ വൈരാഗ്യമൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നടക്കാതെ പോയതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാ പിതാക്കന്മാർ പഠിപ്പിച്ചു, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും. എനിക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റിയില്ലേ? പറ്റണ്ടെന്നേ. എനിക്ക് ദൈവത്തിന് അറിയാമെന്ന് എന്നെ ഓസ്ട്രേലിയക്കാളും ഭംഗിയായിട്ട് ഇവിടെ ഓസ്ട്രേലിയ ആക്കി ജീവിക്കാൻ. അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ഭക്തരാ. 4, അവൾ പറയുകയാണ്, എന്നെ ഹോമയാഗം കഴിക്കുക. ഹോമയാഗം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ആചാരമാണ്. അത് കഴിക്കാൻ അവൾ തയ്യാറെടുക്കുക. വളരെ കൃത്യമായി അവൾ അതിന് തയ്യാറെടുക്കുമ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 41 അടിയന്തരം നടത്തി, ഓരോ ചിട്ടകൾ അങ്ങനെ നടത്തിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്കാർക്കെങ്കിലും ഈ സഭയുടെ വിശ്വാസം പഠിക്കണമെന്നും സഭ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നെന്നും പഠിക്കണം നമുക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? ദിവ്യബോധന ഉൾപ്പെടെ എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ രസം തോന്നാറുണ്ട്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നമുക്കറിയാതെ നമ്മൾ എത്ര കാലം ഇങ്ങനെ കെടാതെ ഞങ്ങൾ സൂക്ഷിച്ച് ജീവിക്കും. അടിസ്ഥാനപരമായ കാര്യം പോലും അറിയാതെ
ഞാൻ പറയാൻ കാര്യം, ഒരു പ്രശസ്തമായ പള്ളിയിലെ ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ ഡിസംബർ 28-ാം തീയതി എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഫാദർ നൊയമ്പാണോ? ഓർത്തഡോക്സുകാരിയാണ് ചോദിച്ചത്. ഫാദർ നൊയമ്പാണോ? ഞാൻ ചോദിച്ചു, മോളെ എന്താ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ട് നൊയമ്പാണ്. ഡിസംബർ 28-ാം തീയതി എന്നപ്പം എനിക്ക് നൊയമ്പാണെന്ന് അവൾ ചോദിക്കുക. കാരണം എന്താ? അവൾ 21-ാം തീയതി എന്നപ്പം അച്ഛൻ പറയുന്നത് കേട്ടു. ഇപ്പോഴ് എന്നാ തീരുന്നതെന്ന് അറിയില്ല. കേടാതെ ഞങ്ങൾ എന്താ സൂക്ഷിക്കുന്നത്? സൺഡേ സ്കൂളിലെ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല. ദിവ്യബോധനമുണ്ട്. പോട്ടെ, എന്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. 1, കമ്മിറ്റ്മെന്റ് ടു ദ ചർച്ച് ആൻഡ് ടു ദ ഗോഡ്, ദൈവത്തോടും സഭയോടുള്ള പ്രതിബദ്ധത. 2, കമ്മിറ്റ്മെന്റ് ടു ദ ഫാമിലി, കുടുംബത്തോടുള്ള പ്രതിബദ്ധത. അപ്പം പറഞ്ഞു, മോളെ നിന്നെ കൊല്ലാൻ പോവാ. അവൾ ഒരു വിളി വിളിച്ചു അപ്പനെ. എന്താ 30ാമത്തെ വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? അവൾ അവനോട് ഒരു വിളി വിളിക്കുന്നുണ്ട്. വിളിച്ച് അവൾ അവനോട് എന്താ? 30ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവൾ അവനോട് ആദ്യത്തെ 36ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവൾ അവനോട് അപ്പ. അത്രയും മതിയെന്നേ. എന്നെ അർത്ഥം കിടക്കുന്ന വാക്കാന്നറിയാമോ? കൊല്ലാൻ പോവാന്ന് പറഞ്ഞപ്പോ ഒരു വിളിയാണ് അപ്പ. അല്ലെ, ഞാൻ വേണ്ടെന്നേ, അത് മതി, അത് തന്നെ ധാരാളം. ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം മനസ്സിലായി. സ്കൂളിലായാലും ശിക്ഷിക്കും, വീട്ടിലായാലും ശിക്ഷിക്കുന്ന അപ്പനും അധ്യാപകനുമാണ്. ഒരു ദാക്ഷിണ്യം ഞാൻ ഇന്ന് വരെ ഇല്ല. കാരണം വടിയെ സ്നേഹിക്കുന്ന മക്കളെ വഷളാക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിച്ചേക്കുന്നുണ്ടാവും. അല്ലാതെ എനിക്ക് മക്കളെ അടിച്ച് നോയിക്കുമ്പോൾ കിട്ടുന്ന സുഖം കിട്ടാൻ വേണ്ടിയൊന്നല്ല. വിദ്യാർത്ഥികളായാലും അങ്ങനെ തന്നെ. എനിക്ക് സുഖമൊന്നും അടിക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ്. ആട്ടി കൊടുത്താലും എൻ്റെ മക്കൾ വന്നിട്ട് വീണ്ടും വിളിക്കും, അപ്പാന്ന് വിളിക്കും. ഇത് കേൾക്കാൻ വലിയ രസം. ഞാൻ ഈ സ്കൂളിൽ പരീക്ഷയിടും. ആഴ്ചയിൽ പരീക്ഷ ഇട്ടിട്ട് ആൻസർ കീ രക്ഷകർത്താക്കളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറയും. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഒപ്പിടാവരും. അപ്പം ഞാൻ മുറിയിലോട്ട് വിളിച്ച് കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രാവശ്യം 2 പിള്ളേരെല്ലാം കൂടെ നിന്നപ്പോൾ ഒരു ചെറുക്കൻ ചിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താടാ നീ ചിരിക്കുന്നത്? ഒന്നുമില്ല ഫാദർ, ഇവൻ ഒരു കാര്യം, പിള്ളേരുടെ സ്ഥിരം ഡയലോഗാണല്ലോ, അപ്പുറത്തെ ആളുടെ സെക്രട്ടറി ആയിട്ട് മാറുന്നൊരു സ്വഭാവം. ഇവൻ ഒരു കാര്യം പറഞ്ഞു. എന്തുവാടാ പറഞ്ഞു? ഇല്ല ഫാദർ, ഒന്നുമില്ല. എന്തുവാടാ പറയാൻ പറഞ്ഞു, മെയിൻ സ്വിച്ച് വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒപ്പിടിക്കാൻ. എനിക്കത് ഇഷ്ടം തോന്നി. ബിക്കോസ് ഹി നോസ് ദാറ്റ് മൈ ഫാദർ ഈസ് എ മെയിൻ സ്വിച്ച്. അത്രയും ഒരു തോന്നലുണ്ടല്ലോ. ഈ കറണ്ട് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ അപ്പനാണെന്നൊരു ബോധ്യം ഉണ്ടല്ലോ. കുഴപ്പമില്ല. രണ്ടാമത്, ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചെറിയ 5 രൂപ 10 രൂപയുടെയൊക്കെ പിരിവുകളൊക്കെ കാണും. അല്ലെങ്കിൽ ചെറിയ ജോലികളൊക്കെ കാണും. അതിൻ്റെ ചില സ്ക്രാപ്പ് ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ 5 രൂപ 10 രൂപ കൊണ്ടുവരുന്ന ചെറിയ പരിപാടികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അപ്പം ഇത് കൊണ്ടുവരാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ചിലപ്പോഴൊക്കെ റൂമിലോട്ടൊക്കെ വിളിക്കും. 5 രൂപയുടെ കാര്യം വലിയൊരു എമൗണ്ട് ആണെന്ന് ചോദിക്കത്തില്ല. കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി എനിക്ക് അറിയാവുന്ന. ഒരു പ്രാവശ്യം വന്നപ്പം ഒരു ചെറുക്കൻ പറഞ്ഞു, ATM മെഷീൻ വീട്ടിലില്ലാഞ്ഞുണ്ട്. ആരില്ലാഞ്ഞുണ്ട? എനിക്ക് സത്യമായിട്ട് തോന്നി, പക്ഷെ പരമാർത്ഥമായിട്ട് തോന്നി. ATM മെഷീൻ വിളിക്കുന്ന ഒരു തെറ്റുമില്ല. കാരണം എന്നറിയാവോ? 50 രൂപയുടെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ 100 രൂപ എടുത്ത് കൈ കൊടുത്തിട്ട് കണക്ക് ചോദിക്കാത്ത ലോകത്തിലെ ഏക വൃത്തികെട്ട ATM മെഷീന്റെ പേരാണ് അപ്പൻ. അല്ലേ? 50 രൂപ ആ കുഞ്ഞിന് വേണ്ടിയത്. വരെ 100 എടുത്ത് കൊടുത്തിട്ട് കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ളവർ ചെയ്തു. അവസാനം നാക്കിന് അടിയിലിടുന്ന സാധനം, നാക്കയിൽ വെക്കുന്ന സാധനം, അണ്ണാക്കിൽ ഒട്ടിക്കുന്ന സാധനം, മൂക്കിൽ കൂടെ പുക വിടുന്ന സാധനം, ചെവി കൂടെ തീ വിടുന്ന സാധനം വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്നതിന്റെ കാരണം എന്താ? ഇവന്റെ കയ്യിൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി. ഞാനൊരു അപ്പനാ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ എനിക്കും ഉണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലെ പൈസ കൊണ്ട് തന്നെ ജീവിക്കണം. ഒരാളോട് ഒരു സാധനം മേടിക്കാൻ അവസരം ഉണ്ടാക്കരുത്. whatever they need നമ്മൾ തന്നെ സാധിച്ചു കൊടുക്കണം. ഒരു തർക്കവുമില്ല. പക്ഷേ കൊടുക്കുന്ന 1 രൂപയ്ക്കും കണക്കുണ്ടാകണം. തിരിച്ച് വരുമ്പം, എടാ നീ ബസ്സിലാണ് പോയെങ്കിൽ ആ ബസ് ടിക്കറ്റ് എനിക്കിതാ. നീ നാരങ്ങ വെള്ളം കുടിച്ചെങ്കിൽ ദാമോദരൻ എന്ന് എഴുതിയിതാ. എനിക്ക് കണക്ക് വേണം. ആ കണക്കൊന്ന് ചോദിച്ചു നോക്കിയേ, പകുതി കൂടുതൽ പ്രശ്നം തീരും. ഇത് കണക്ക് ഇല്ലാതെ വിടുക. 2, ഇഡലി വേണ്ട എന്ന് പറഞ്ഞപ്പം ദോശയും ചപ്പാത്തിയും പുട്ടും കൂടെ ഉണ്ടാക്കി കൊടുത്ത ലോകത്തിലെ ഏക വൃത്തിയായിട്ട് ATM മെഷീന്റെ പേരാണ് അമ്മ. അല്ലേ? സംശയമുണ്ടോ? എനിക്ക് ഇഡലി വേണ്ട എന്ന് പറഞ്ഞപ്പം ദോശയും ചപ്പാത്തിയും പുട്ടും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാ. അല്ലേ?
അല്ലേ? എന്തിനു വേണ്ടിയാ? സ്നേഹം കിട്ടാൻ വേണ്ടിയാ, അല്ലേ? ഒരു 30-40 വർഷത്തിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇഡലി വന്ന് കഴിക്കുക. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പറയുന്നു, അമ്മ എനിക്ക് ഇഡലി വേണ്ട. അപ്പൊ അമ്മ തിരിച്ചെന്താ പറയും? അല്ലേ? പക്ഷെ ഒരു സത്യമുണ്ട്, ആ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കല്ലറയുടെ അവിടെ നിന്ന്, ആ കട്ടിലിൻ്റെ അവിടെ നിന്ന് ഇന്ന് വരെ എഴുന്നേക്കാതെ അമ്മയെ കൊണ്ടുവന്ന് കുഴിയിൽ വെക്കണം വരെ നിങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഈ 2026 അച്ഛൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. ഞാൻ അനുഭവിക്കുന്നുണ്ട്. 10-40 എനിക്ക് വെളിനാട്ടിലുള്ള ആളുകളുമായിട്ട് ഇച്ചിരൂടെ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഒരു 10-40 വീടുകളിലെങ്കിൽ ഞാൻ ഇതിനോടകം പോയിട്ടുണ്ട്. PR നമ്പർ കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തം അപ്പന്റെ അടക്കത്തിന്, അമ്മയുടെ അടക്കത്തിന് വരാത്ത കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം വാരിക്കോരി കൊടുക്കുവാണേ, സ്നേഹം വാരിക്കോരി കൊടുക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ ഞങ്ങളും, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഏതെങ്കിലും കാരണവശാൽ ഞാനും അങ്ങേരോടൊന്ന് പിരിയേണ്ടി വന്നാൽ മക്കൾ എൻ്റെ കൂടെ നിൽക്കണം. അതിനെന്തെല്ലാം ഉടായിപ്പത്തരം പഠിപ്പിച്ചു കൊടുക്കാമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. ഒന്നും ശാശ്വതമല്ല, ഒന്നും ശാശ്വതമല്ല. അപ്പൊ നിങ്ങൾ പറയും, ഈ അപ്പ എന്നുള്ള വിളി എൻ്റെ മക്കളെ കൊണ്ടുവരേണ്ടിയായിരുന്നു, അവർ കേൾക്കേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വസ്തു വീതം വെച്ച ദിവസമേ അനിയൻ ചെറുക്കൻ ഇച്ചിരി വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ഒരു 2 സെന്റ് വസ്തു അവന് കൂടുതൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലൊരു വിളി വിളിച്ചില്ലയോ? ഇയാളാണോ? അല്ലേ? വിളിച്ച് കാണുമായിരിക്കുമല്ലോ അല്ലേ ചിലരെങ്കിലും. 2 വള കിടന്നപ്പം എനിക്കും ഒരു പെങ്കൊച്ചുണ്ടായി. സത്യമാ, അനിയത്തിക്ക് 2 പിള്ളേരുണ്ട്. അനിയത്തിക്ക് വലിയ ജോലിയൊന്നുമില്ല. എന്നാൽ ഈ അമ്മയ്ക്ക് 2 വളയും എടുത്ത് ആ അമ്മ ഒരു വാക്ക് പറഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? ഗീവർഗീസ് സിദിയം ബാവായും വട്ടശ്ശേരി തിരുമേനിയുടെ മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്കയുമായി സെമിനാരിയിൽ നിൽക്കുന്ന സമയത്ത് വട്ടശ്ശേരി തിരുമേനി നടുത്തളത്തിൽ നടക്കാൻ ഇറങ്ങിയാൽ ഗീവർഗീസ് സിദിയം ബാവ മുറിക്കകത്ത് കഥ കടച്ചാൽ പോലും ഇരിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ച സത്യമാണ്. കാരണം പറയുന്നത്, എൻ്റെ അപ്പനാണ് വെളിയിൽ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ സ്കൂളിൽ ചെന്നാൽ തല കുനിച്ചിട്ടേ പോകത്തുള്ളൂ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, തല കുനിച്ചിട്ട് പ്രിൻസിപ്പൽ റൂമിലോട്ട് പോകും. അവിടുന്ന് തല കുനിച്ചിട്ട് നേരെ മുറിയിലോട്ട് പോകും. എന്താ കാര്യം എന്നറിയാമോ? തല പൊക്കി നോക്കിയാൽ ലവൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുക. അവർ ഫ്രണ്ട്സാണ് കേട്ടോ, മറ്റു ദോഷമൊന്നുമില്ല. ഫ്രണ്ട്സ് പലതും ഇപ്പൊ ചരിത്രം വരുമ്പോഴേ ഫ്രണ്ട്സ് അല്ലെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഫ്രണ്ട്സാ, ഭയങ്കര ഫ്രണ്ട്സാ. ഫാദറിന് എന്താവണം അവർ ഫ്രണ്ട്സ് ആണെങ്കിൽ. ഞങ്ങളുടെ ടീച്ചർ, എൻ്റെ പ്രിൻസിപ്പൽ ടീച്ചർ ഒരു കുട്ടിയെക്കുറിച്ച് അമ്മയെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ അല്ല അമ്മയുടെ മോളെ കുറിച്ചാണ് ഇങ്ങനെ ഒരു പരാതി കേൾക്കുന്നത്. ടീച്ചറിനെ പണി നോക്കാം, അവക്കറിയാം അവിടെ കാര്യം നോക്കാൻ. ടീച്ചർ അവളെ നന്നാക്കാൻ നിൽക്കേണ്ട, അവക്കറിയാം അവിടെ പണി നോക്കാൻ. എന്തായിക്കോട്ടെ, ഞാനിത് കുറിച്ചിട്ട് പോകുന്നൊരു കാര്യം, ഇവളൊന്നും ജന്മം ചെയ്താൽ ഒരു അധ്യാപകനെ അധ്യാപികയെ കണ്ടാൽ എഴുന്നേക്കാൻ പോകുന്നില്ല. എഴുന്നേക്കാത്തതിന്റെ കാരണം ആരാ? വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? പഠിപ്പിച്ചില്ല. വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെങ്കിൽ എവിടെ വിട്ട് പഠിപ്പിക്കണോ? അത് സൺഡേ സ്കൂളിൽ വിട്ടു. സൺഡേ സ്കൂളിലോട്ട് മെഷീൻ ഗൺ ഉണ്ടാക്കാൻ ആ സമയത്ത് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയാ. ആരാ ഉത്തരവാദി? അതുകൊണ്ട് അവൾ അവനെ അപ്പനെ ബഹുമാനത്തോടെ വിളിക്കുക, അപ്പ. ഐ ഹാവ് ദ കമ്മിറ്റ്മെന്റ് ടു മൈ ഫാദർ, ഐ ഹാവ് ദ കമ്മിറ്റ്മെന്റ് ടു മൈ മദർ. 2, അപ്പയോട് പറയുക, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നേ. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള രംഗമുണ്ട്. ഞാൻ ഈ ചെറിയ നാടകമൊക്കെ എഴുതാറുണ്ട്, അത് ആരും കാണാൻ വലിച്ചു കളയാറുണ്ട്. അങ്ങനെയുള്ള ഒരു നാടകത്തിലെ ഒരു രംഗത്തിനകത്ത് ഒരെണ്ണമാണ് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67-ാമത്തെ വാക്യം. വല്ലാത്തൊരു രംഗം. എന്താണെന്നറിയാമോ? ഇസഹാക്കിന് അമ്മ മരിച്ചു. സാറ വായിക്കാമോ? ഇസഹാക്കിന്റെ അമ്മ മരിച്ചു. അവൻ ആകെപ്പാടെ ദുഃഖത്തിലിരിക്കുക. അത് കണ്ടപ്പം അബ്രഹാം പിതാവിന് മനസ്സിലായി, ഇവന്റെ ദുഃഖം മാറണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, ഇവനെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുക. ഇസഹാക്കിനെ വിവാഹത്തിന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്താനായി എലയാസർ എന്ന് പറയുന്ന ദാസനെ അബ്രഹാം അയക്കുന്നുണ്ട്. അബ്രഹാം ദൂരത്ത് നിന്ന് ഇസഹാക്ക് ദൂരത്ത് നിന്ന് എലയാസർ തനിക്ക് വേണ്ടിയുള്ള ഭാര്യയും കൊണ്ട് വരുന്ന കണ്ടപ്പം ഇസഹാക്ക് ചെയ്യുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. 67-ാമത്തെ വാക്യം വായിച്ചേ. ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. എന്തിനായിരിക്കും കൊണ്ടുപോയത്? ഒരു നിമിഷം വായിക്കല്ലേ. എന്തിനായിരിക്കും കൊണ്ടുപോയത്? കണ്ടോടി, ഇവിടെ നിരണം പള്ളിയിൽ കുറേ വീട്ടുകാരൊക്കെ ഉണ്ട്, പഴയ തറവാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കല്ലറ മാത്രമാണ് ഫുള്ളി ഗ്രാനൈറ്റ് ഇട്ട് മേളിലോട്ട് മനുഷ്യന് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കി. ഏറ്റവും വലിയ കുടുംബക്കാർ ഞങ്ങളാന്ന് കാണിക്കാനുള്ള അതിനായിരിക്കുമോ? അല്ല.
അവിടെ കൊണ്ടുപോയാൽ ഒരു ഉദ്ദേശമുള്ളൂ, എന്താണെന്നറിയാം? അടുത്ത വരി വായിച്ചേ. അതിനുശേഷം, അതിനായിട്ട് പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മളൊക്കെ പഠിച്ചൊരു പാട്ടുണ്ട്, അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയും അമ്മ തന്നെ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ആ സംഭവം നിങ്ങൾക്ക് അറിയാം. മകൻ മരിച്ചു, മകന്റെ ശവശരീരത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ശവകൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ട് മാമ്പഴം വെച്ചപ്പം ഒരു കാറ്റടിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മകൻ ആ മാമ്പഴം സ്നേഹത്തോടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ കല്ലറയ്ക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇസഹാക്ക് ചോദിക്കുക, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഈ കൊച്ചിനെ? ഞാൻ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചോട്ടെ അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാര്, വലിയ കാരണവന്മാര് നമ്മളെ പഠിപ്പിച്ചു, കല്യാണത്തിന് മുമ്പ്, പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുന്നതിന് മുമ്പ്, വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കല്ലറയിൽ പോയി എന്ത് ചെയ്യണം? മെഴുകുതിരി കത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഒന്നും എങ്ങൊന്നും എടുത്തല്ല, വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായൻ പറഞ്ഞു, അങ്ങനെ ഇപ്പം എൻ്റെ അപ്പൻ്റെ കല്ലറയിൽ ശാശു നടത്തിയ അച്ഛൻ 500 രൂപ കൊണ്ടുകൊണ്ടാണ്. പറഞ്ഞു, അങ്ങനെ ഇപ്പൊ എൻ്റെ അപ്പൻ്റെ കല്ലറ ഈ പുള്ളിക്ക് മക്കളിലപ്പൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. പുള്ളി ആ കേട്ടത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് സാധനം. കുഴപ്പമില്ലെന്നേ. പ്രശ്നം എവിടാന്നറിയാമോ? നിന്റെ കൂടെ ഒരു മകനുണ്ട്, നിന്റെ കൂടെ. ഈ മകൻ എന്താണെന്നറിയാമോ? അങ്ങ് പോവും. എവിടെ? പഠിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ലോണും എടുത്തോണ്ടൊരു പോക്ക് പോയി കഴിഞ്ഞിട്ട് അവന് PR നമ്പർ കിട്ടാത്തതുകൊണ്ട് നിന്റെ അടക്കത്തിന് ആര് വരത്തില്ല? അവൻ വരത്തില്ല. പിന്നെ അവൻ വന്ന് ചോദിക്കുമ്പം ഈ ശാശു നടത്തണ്ടേ? അന്നേരം ഈ ശാശുവിനെ കുറിച്ച് അറിയാവുന്ന ആർക്ക് മാത്രമാ? ഇല്ലേ, അവൻ അവിടെ ഒരു ശൂശു വെച്ചിട്ട് അങ്ങ് പോവും. പച്ചയാ പറഞ്ഞത്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇപ്പൊ ഷിബു അച്ഛനെ കൂടെ നിർത്തി, എൻ്റെ ജ്യേഷ്ഠനാണ്, എന്നെക്കാളുടെ സീനിയറാണ്. അച്ഛനെ കൂടെ ചേർത്ത് ഞാനങ്ങ് പറയുക, മലങ്കര സഭയിൽ ഏതെങ്കിലും ഒരു വൈദികൻ പൈസ മേടിച്ചിട്ട് ധൂവപ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. അത്യാവശ്യം നല്ല യൂട്യൂബർക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ എനിക്കുമുണ്ട്. ശുശ്രൂഷ കഴിയുമ്പം ഒരു ഇടവകയില്, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പള്ളി 40 വീട്ടുകാരുള്ള പള്ളിയാണ്. 19 വീട്ടുകാർ കുടിശ്ശിക, 21 വീട്ടുകാർ മാത്രമേ അല്പമെങ്കിലും, അവരും എന്നോളം സാമ്പത്തികമേ ഉള്ളൂ, അതിന് മുകളിലുള്ളവരാരുമില്ല. ഇവര് നോക്കുമ്പം ഈ 40 വീട്ടുകാരെ കൊണ്ട് ഒരു വൈദികന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നിയപ്പോൾ അവരുടെ വീട്ടിലെ സന്തോഷ രംഗങ്ങളിൽ അച്ഛന് കൊടുക്കുന്ന ഒരു കൈമുത്തിന് എന്തിനാണെന്ന് ഇങ്ങനെ വൃത്തിയോട് പറഞ്ഞു. നിങ്ങൾ കൊടുക്കണ്ട. കൊടുത്തില്ലെങ്കിൽ ഒരു അച്ഛനും ചോദിക്കില്ല, എൻ്റെ കൈമുത്തിങ്ങ് തരാൻ പറയില്ല. എന്നോട് പറഞ്ഞേര്. നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ പോണേ? നമ്മുടെ നല്ല വാക്കുകൾ വരട്ടെ, നമ്മുടെ നല്ല വാക്കുകൾ വരട്ടെ. പലരും ഉടനടി എടുത്ത് പറയുന്നത് പഴയ അച്ഛന്മാരെ, ഇപ്പോഴത്തെ അച്ഛന്മാരെ. പഴയ അച്ഛന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ അച്ഛന്മാരുടെ കൂടെ ഉണ്ടായത് എവിടെ നിന്ന് അറിയാമോ? ഈ കുടുംബത്തിൽ നിന്നാ. ഏത് കുടുംബത്തിൽ നിന്ന്? ഈ അപ്പന്റെ അമ്മയുടെ മക്കളിൽ നിന്നാണ് ഉണ്ടായത്. അല്ലാതെ കെട്ടിയിറക്കിയതല്ല പഴയ അച്ഛന്മാർ ഇപ്പോഴത്തെ അച്ഛന്മാർ. ഇപ്പോഴത്തെ അച്ഛന്മാർ മോശമെങ്കിൽ ഇപ്പോഴത്തെ കുടുംബം മോശം വേണ്ട. പോട്ടെ, അപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതനുസരിക്കും. 3, മകള് അപ്പൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് ഓടിപ്പോയി സ്വീകരിക്കുക. അപ്പൻ ദൂരത്ത് നിന്ന് യുദ്ധത്തിന് ജയിച്ചു വരുന്നത് അറിഞ്ഞുകൊണ്ട് ഓടിപ്പോയി സ്വീകരിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പണ്ട് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കസേരയിൽ ആരിരിക്കത്തില്ല അല്ലേ? അത്രയൊന്നും വേണ്ട, അത്രയൊന്നും വേണ്ട. ഇത്തിരൂടെങ്കിലും സ്നേഹത്തോടെ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോഴും രാവിലെ ജോലിക്ക് പോകുമ്പോഴും വീട്ടിലെ കാർന്നോർ അടുക്കൽ ചെന്ന് ഒന്ന് സംസാരിച്ചിട്ട് പോകാൻ നമുക്ക് പറ്റുമോ? വൈകിട്ട് അവർ വരുമ്പം ഞാൻ എൻ്റെ വീട്ടിലെ TV ഡ്രോയിങ് റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ല പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ S രൂപത്തിൽ വളഞ്ഞ് അവനവിടെ കിടന്ന് കുറുക്കുറായി നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് എന്തെടുക്കാൻ? എഴുന്നേക്കാതെ എന്തിനാ ഇയാൾ ഇവിടുന്ന് വരുമോ എന്ന് പോലും ചോദിക്കുന്നില്ലെങ്കിൽ. ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നത്. കമ്മിറ്റ്മെന്റ് ടു ദ ഫാമിലി. എൻ്റെ സമയം 8:20 പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കോളാം. 3-മതായി കമ്മിറ്റ്മെന്റ് ടു ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള പ്രതിബദ്ധത. അവള് പറഞ്ഞതാണ് ഒരു നിമിഷം അവൾ ചിന്തിച്ചു നോക്കിയെന്നിരിക്കട്ടെ, അമോന്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ ജയിച്ചതിന് ആരെയാ ഹോമയാൻ കഴിയും? നമ്മുടെ ഇരുന്നെങ്കിലും എനിക്കെന്നാ പറയാം. അത് കമ്മീഷൻ ആയിരുന്നാലും വേറെ എന്തെങ്കിലും ആണെങ്കിലും, ഞാൻ ഈ വീട് പണിയാൻ ഇറങ്ങിയപ്പോൾ എടുത്ത തീരുമാനമുണ്ട്. 151 വീട് പണിഞ്ഞപ്പോഴും ഞാൻ മനസ്സിലെടുത്ത് വെച്ചിരുന്ന ഒരു തീരുമാനമുണ്ട്. ഈ സമയത്ത് പറയുന്നു പറയില്ല ഒരാൾ
ആ 151 വീട് പണിത് ആരാന്നും ആർക്കാ പണിതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണം ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഒരിക്കലും ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, നമ്മളല്ലേ നമ്മുടെ നാട് നശിപ്പിച്ചത്? ഞാൻ ഒരു സ്കൂളില് 2023 എൻ്റെ സ്കൂളിന് അടുത്തുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ രാവിലെ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ പരീക്ഷയുടെ ഡെപ്യൂട്ടി ചീഫ് എന്ന് പറയുന്ന ജോലി എനിക്ക് കിട്ടി. ഡെപ്യൂട്ടി ചീഫ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഈ ക്ലാസ്സിൽ ഇൻവിജിലേഷൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ ഒരു റൗണ്ട് ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. രണ്ടാം റൗണ്ട് ക്ലാസ് ചെന്നപ്പം പെൺകുട്ടികൾ കയ്യിലിരുന്ന് പേന ഇങ്ങനെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എഴുതുന്നില്ല. പെൺകുട്ടികൾ, ഇഫ് ദേ ആർ ബോയ്സ് അതിന് വേറെ സിറ്റുവേഷനാണ്. പെൺകുട്ടികൾ കയ്യിലിട്ട് പേന കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ അതിൽ ഒരു കുട്ടിയോട് ചോദിച്ചു, മോൾ എന്താ എഴുതാത്തെ? വളരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 2023 മാർച്ച് 1-ാം തീയതി +1 കാർക്ക് ഫീസ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ എഴുതാത്ത എന്താ? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഫാദറെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ പറ്റാത്തേ? ഉടനടി അവൾ എന്നോട് പറഞ്ഞു, ഫാദർ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തൊട്ടടുത്ത ഒരു ആരാധനാലയത്തിൽ നിന്ന് അതിശക്തമായ ശബ്ദം വെച്ചേക്കുക. ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരായുസിന് വേണ്ടി എഴുതാൻ പോകുന്ന കൊച്ചിന് കോൺസെൻട്രേഷൻ കൊടുക്കാതെ നമ്മൾ വെച്ചേക്കുക. എന്തിനാണ് ഈ പ്രകൃതി ഇത്രയും നശിപ്പിക്കുന്നത്? എൻ്റെ നാടിനടുത്ത് ഒരു സ്ഥലമുണ്ട്, അതിവിടെ പരിമലയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇടത്തിട്ട എന്ന് പറയുന്നൊരു ആ മോർച്ചറിയുടെ ചുറ്റും താമസിക്കുന്ന ആളുകൾ ആ വസ്തു വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് തരാൻ തയ്യാറാണ്. എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. രാവിലെ 6:30 തുടങ്ങും. 25 കിലോമീറ്റർ അപ്പുറത്ത് ആരണ്ട അപ്പച്ചൻ മരിച്ചിട്ടുണ്ട്. അതിന് ഇവിടുന്നേ കൊണ്ടുപോകും, കാരണം അപ്പച്ചനെ മഹാനാക്കണമല്ലോ. എന്തിനാണെന്ന്? അമേരിക്കൻ പ്രസിഡന്റ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബോഡി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ കാര്യം? ആ റോഡ് കൺജസ്റ്റഡ് ആവും. എൻ്റെ പിതാവിനെ ഞാൻ ട്രിവാൻഡ്രം കിംസിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ ഒറ്റക്കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ അപ്പനെ എനിക്ക് തിരിച്ച് ജീവനോടെ കൊണ്ടുവരണം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരുടെയും ഒരു മതക്കാരുടെയും പരിപാടികൾ റോഡിൽ കാണരുത്. നമ്മൾ എന്തിനാണ് ഈ നാട് നശിപ്പിക്കുന്നത് എനിക്കറിയില്ല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേര് പറഞ്ഞിട്ട് ഇപ്പം ഗോഡ്സ് ഓൺ കൺട്രി, ഇപ്പം അതെന്ത് കൺട്രി? ഡോഗ്സ് ഓൺ കൺട്രി. എന്തുകൊണ്ട് അങ്ങനെയായി? 1500 പേരെ വിളിച്ച് 1500 രൂപയുടെ ഊണിന്റെ ഭക്ഷണം നടത്തും. 150 പേരും വരും. അവസാനം ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കൊണ്ടുവന്ന് റോഡിൽ തട്ടും. ഇവിടെ അത്ര എനിക്ക് തോന്നിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പട്ടി വളർന്നിരിക്കുക. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മറിച്ച് ഒരാളുടെ വേദന കണ്ടെത്താനായിട്ട് നമ്മുടെ ഒരു ശ്രമം നടത്തിയാൽ അത്രയും നല്ലതല്ലേ? ഇത് എന്തിനാണ് ഈ നാടിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ വർഷാനുഭവിച്ച ലണ്ടൻ സ്റ്റോക്ക്ഹോം ട്രെന്റ് എന്ന് പറയുന്ന ഒരു പള്ളിയിലാണ് പോയത്. നിങ്ങൾ ഇവിടെ അവിടുത്തെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട്, ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ പറയണം. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്താൻ സ്ഥലമില്ല. മതിലടുത്ത് നിൽക്കാണ്ട് ചുറ്റും പ്രദക്ഷിണം നടത്താൻ കഴിയില്ല. അവര് പള്ളിക്ക് വെളിയിൽ കൂടെയാണ്, അതായത് വാക്ക് വേയിൽ കൂടിയാണ് ഓശാന പാടി പൂവിട്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകളെ കാണുന്നില്ല. ഇറങ്ങി നോക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഈ ചുറ്റോട് ചുറ്റുവിട്ട പൂവ്, ഓശാനക്കെറിഞ്ഞ ബാക്കി പറ പൂവ് പറക്കി എടുക്കുക. എന്താ കാര്യം എന്നറിയാമോ? റോഡിലിട്ട $3000 ഫൈന്, 3000 പൗണ്ട് ഫൈന്. ഞങ്ങളുടെ സൗകര്യം, ഞങ്ങൾ റോഡിൽ എന്തും എറിയും. എന്തിനാണെന്ന് ഇത്? ഈ പെൺകുട്ടി പറഞ്ഞ ഒരു ഇത്തിരി കമ്മിറ്റ്മെന്റ് ഈ സമൂഹത്തോട്, ഇത്തിരി കമ്മിറ്റ്മെന്റ്. സഹോദരങ്ങളെ, കർത്താവിന്റെ 2ാമത്തെ വരവില് നിങ്ങൾ പ്രാർത്ഥിച്ചെന്നോ വേദപുസ്തകം വായിച്ചെന്നോ കുർബാന ഉണ്ടോ, ഇതൊക്കെ ചോദ്യം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. നിങ്ങളെന്ന് പറയാൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികന് പറ്റത്തില്ല. പക്ഷെ തമ്പുരാന്റെ ഒരു ചോദ്യമുണ്ട്, ഒരേ ഒരു ചോദ്യം എന്ന് വേദപുസ്തകം പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നീ എന്തെങ്കിലും ചെയ്തോ? ഈ ചെറിയവരിലൊരുത്തന് നീ എന്തെങ്കിലും ചെയ്തോ? അത് നിനക്ക് പ്രയോജനമാണ്. അത് ചെയ്യാൻ നമ്മൾ ഈ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധത കാണിക്കുന്നു? അവസാനമായി ഒറ്റ കാര്യം കൂടെ, കമ്മിറ്റ്മെന്റ് ടു ഹെൽത്ത്. അവരോട് തന്നെയുള്ള ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റ കാര്യം അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് 2 മാസത്തെ അവധി. ബാക്കി പറഞ്ഞേ, വായിച്ചേ. കന്യാസത്തെ കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് 2 മാസത്തെ അവധി തരണം. തരാമോ എന്നല്ലേ ചോദിച്ചേ? തരണം.
എന്ന് പറഞ്ഞാൽ അത് മാത്രം അവള് പറഞ്ഞു, ഐ നീഡ്, എനിക്ക് വേണം. ഞാൻ ചോദിച്ചു, മോളെ നീ എന്താടി അങ്ങനെ പറഞ്ഞു? അവള് പറഞ്ഞു, അച്ഛാ ഞാൻ കന്യകയാണെന്നും എന്റെ കന്യാത്വത്തിന് അവകാശമുണ്ടെന്നും എനിക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ അച്ഛാ ബോധ്യമുള്ളേ? നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മൾ ആരാണെന്ന് ബോധ്യമില്ലാതല്ലേ? നമ്മൾ ആരാണെന്ന് ബോധ്യം നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആരാണെന്ന് ബോധ്യമില്ലാതെ ജീവിക്കുന്നേ. സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഭാരതത്തിൽ ക്രൈസ്തവ മതം പ്രചരിപ്പിച്ച തോമസ് ലീഹായുടെ പിൻഗാമിയാ ഞങ്ങളെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? പലരും പറയാറുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ നിന്നിട്ട് എന്നാ പ്രയോജനം, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു ജോലി കിട്ടുമോ? നേരെ മറിച്ച് പോകുന്നത് ആ സഭ ഏതുമാകട്ടെ, ആ സഭയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ സഭയ്ക്ക് ഒരു സ്ഥാപനം പോലും ഇല്ലല്ലോ. ആ സഭയ്ക്ക് ഒരു സ്ഥാപനം പോലും ഇല്ലല്ലോ, അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഞാനിരുന്ന ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ ഒരു കുടുംബം എൻ്റെ അനുവാദം കൂടാതെ അവർ മറ്റൊരു സഭയിൽ പോയി സ്നാനമേറ്റു. ആ സ്നാനമേറ്റതിന് ഞാൻ ചെന്നു, ഞാനും എൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയൊക്കെ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാ, ഒന്നും പറയല്ലേ, ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഈ വീട്ടമ്മ ചേച്ചിയാ പറയുന്നത്, ഞങ്ങൾ തിരിച്ചു വരും അച്ഛാ. അന്ന് വന്ന് അച്ഛൻ്റെ അടുക്കൽ കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ കാര്യം പറയണം. ഞാൻ പറഞ്ഞു, ചേച്ചി മാമോദിസയെ കുറിച്ച് ചേച്ചി സംശയമുണ്ടോ? ഇല്ല അച്ഛാ, ഒരു സംശയമില്ല. ഞാൻ ചോദിച്ചു, വാങ്ങിപ്പോരെ ഓർക്കണം അച്ഛാ, വിശുദ്ധന്മാരുടെ മധ്യസ്ഥ. അച്ഛനോട് രഹസ്യം പറയാം. അതുകൊണ്ട് ആ കാണുന്ന കുരിശുമൂട് നോക്കി എല്ലാ ദിവസവും ഞാൻ രാവിലെ വൈകിട്ടും മധ്യസ്ഥ അണയ്ക്കുന്ന സെന്റ് ജോർജിന്റെ കുരിശ് നോക്കി. പിന്നെ എന്തിനാ ചേച്ചി പോയേ? പറയാം അച്ഛാ. 3 മാസം 4 മാസം കഴിഞ്ഞു. അവർ വന്ന് എൻ്റെ അടുക്കൽ കുടുംബമായി വന്ന് കുമ്പസാരിച്ചു. ഭർത്താവും ഭാര്യയും കുമ്പസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സൗഹാർദ്ദത്തോടെ ചോദിച്ചു, ചേച്ചി എന്തിനാ പോയെ? ചേച്ചി മറുപടി പറഞ്ഞു, അച്ഛാ ഒറ്റ കാര്യത്തിനാണ് പോയത്. എന്താണെന്നറിയാം? ഇപ്പം വൈകുന്നേരം 7 മണിയാകുമ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കില്ല അച്ഛാ. വന്നിരുന്ന് കൈയടിച്ച് പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം പറയും അച്ഛാ. ഇപ്പൊ വൈകിട്ട് എൻ്റെ ഭർത്താവ് വരുന്നത് എന്നെ ഇടിക്കാനല്ല അച്ഛാ, പകരം കൊണ്ടുവരുന്ന കപ്പലണ്ടി എൻ്റെ മക്കൾക്ക് വീതം വെച്ചു കൊടുക്കാനാച്ചാ. എന്നെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഇത് പറ്റത്തില്ലേ? ഓർത്തഡോക്സ് സഭയിൽ ഇതില്ലേ? ഓർത്തഡോക്സ് സഭയിൽ സോഷ്യലൈസേഷൻ, ഓർത്തഡോക്സ് സഭയിലാകുമ്പോൾ എന്തും നടക്കും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പെരുന്നാൾ നടത്തി, അമ്പം വില്ല് നടത്തി, പരിപാടി നടത്തി നമുക്ക് ജീവിക്കാം. ഇത് വേണമെന്നാണ് നിർബന്ധം. ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു ഓർത്തഡോക്സ് സഭക്കാരനാണെന്ന്? 50 നോയമ്പ് വരാൻ പോവാ അച്ഛാ. 25 മുതലേ ഞങ്ങൾക്ക് നോയമ്പുള്ളൂ. എനിക്ക് രസം തോന്നുന്ന ഒരു കാര്യമാണ്, അച്ഛന് നോമ്പാന്ന് ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾക്ക് നോയമ്പ് വേണ്ട അല്ലല്ലേ? അച്ഛന് നോയമ്പാന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല. എന്താ നമുക്ക് നോയമ്പ് വേണ്ടേ? സഹോദരങ്ങളെ, 3 വ്യക്തികളുടെ പേരുടെ പറഞ്ഞ് നിർത്തുക. 1, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള രാജാവ് ആരായിരുന്നു? ഇവിടെ അദ്ദേഹം തന്നെ അല്ലേ? ശലോമോൻ. എന്നാ പറ്റിയെന്നറിയാവോ? അപ്പൻ 12 ഗോത്രങ്ങൾ എടുത്ത് കൈ കൊടുത്തിട്ടാ മരിച്ചേ. ഇസ്രായേലിലെ ഏറ്റവും ബുദ്ധിയുള്ള രാജാവെന്ന് പേരുകേട്ട രാജാവാ, ദേവാലയം പണിത രാജാവാ. പക്ഷെ എന്നാ പറ്റിയെന്നറിയാവോ? മരിക്കാൻ നേരം തൻ്റെ മകനായ രഹബയാമിന് കൊടുക്കാൻ കയ്യിൽ വെറും 2 ഗോത്രേ ഉണ്ടായിരുന്നു. അതും അവർക്ക് വിട്ടുപോകാൻ കഴിയാത്തോണ്ട് അവർ നിന്ന. ബാക്കി 10 ഗോത്രം വല്ലവരും കൂടി യൊരോബെയാം കൊണ്ടുപോയി. എന്താ കാരണം എന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ, കണ്ണി കണ്ടതിനെയൊക്കെ ആരാധിച്ചു. അതിപ്പോ എന്റെ കുഴപ്പമുണ്ടോ വെച്ചാ? അവിടെയും കൂടെ ചെയ്യുന്നതിന് രാഹുകാലം നോക്കിയാൽ എന്റെ പ്രശ്നമുണ്ടോ? മുഹൂർത്തം നോക്കിയാൽ എന്റെ കുഴപ്പമുണ്ടോ? കുറ്റി അടിക്കുമ്പോൾ സമയം നോക്കിയാൽ കുഴപ്പം? ഇത് എന്നെ കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെ. കാരണം അവരുടെ മതം പറയുന്നതാണത്. പക്ഷെ എന്റെ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള എന്റെ സഭയിലെ അംഗങ്ങൾക്ക് എന്താണ് മറ്റൊരു വിശ്വാസം? 2, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജാവ് ശക്തിയുള്ള വ്യക്തി ആരായിരുന്നു? ശിംശോൻ. താടിയിലുണ്ട് 1000 എണ്ണത്തെ അകീച്ചത്, കഴുതയുടെ താടിയിലുണ്ട്. കുറുക്കന്മാരുടെ വാല് കൂട്ടിക്കെട്ടിട്ട് പന്തം കൊളുത്തി വിട്ടിട്ട് എത്ര പറ കണ്ടവ കത്തിപ്പോയെന്നറിയാവോ? അവസാനം മരിച്ചത് എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെയാ? ഒറ്റത്തൂണുള്ള അമ്പലത്തിനകത്ത് നിന്ന് തൂണ് പിളർത്തി കുലുക്കിയിട്ട് മണ്ടയ്ക്കോട്ട് വീണിട്ട് കണ്ണുപോലും കാണാതെ മരിച്ചു പോവുക. എന്താ കാരണം? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. എന്നെ ആരാ ചോദ്യം ചെയ്യാൻ? ഇയാൾ വന്നേക്കുവാ എന്നെ പഠിപ്പിക്കാൻ. ഇയാളെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് അറിയാം. ഞങ്ങളുടെ വാട്സപ്പിൽ എന്തൊക്കെ ഇയാളെ കുറിച്ച് വരുന്നതെന്ന് അറിയാവോ? ഇയാൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നേക്കുക അല്ലേ? ആരും തിരുത്തരുത്. അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം.
അധപ്പതനത്തിന്റെ അങ്ങേ അറ്റമാവുമ്പോൾ മരിക്കുക. 3 ഒറ്റയാളുടെ പേരുടെ പറഞ്ഞ് നിർത്തിയ. 3-ാമത്തെ പേര് കർത്താവ് യേശു തമ്പുരാൻ നോക്കിയപ്പം കൂട്ടത്തിൽ ബുദ്ധിയുള്ളവനെ പിടിച്ച് ട്രസ്റ്റിയാക്കി പണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ആരാണ് അയാള്? യൂദാ ഇസ്കറിയോത്ത്. മരിച്ചത് എങ്ങനെയാ? ഓടിപ്പോയി, കയറെടുത്തു, കെട്ടി, ഞാന്ന് ചത്തില്ല കേട്ടോ, കയർ പൊട്ടിപ്പോയി. അപ്പോസ്തലപ്പെടുത്തി പറയുന്നത് കൊട്ടലിൽ പിളർന്നു എന്നാ പറയുന്നത്. മരിക്കാൻ കാരണം എന്താ? ഒരു 30 വെള്ളിക്കാശ് കണ്ടപ്പം ഇസ്രായേലിന്റെ 12 ഗോത്രത്തിൽ ഇസ്രായേൽ മക്കളെ ന്യായം വിധിക്കേണ്ടവനാണെന്നുള്ള ബോധ്യം പോയിട്ട് 30 വെള്ളിക്കാശ് കണ്ടപ്പം വല്ലാണ്ട് കണ്ണങ്ങണ്ട് മഞ്ഞളിച്ചു. അവസാനം കയ്യിലിരുന്ന പൈസ കൊണ്ട് ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞു. പിന്നെ ആരാണ്ട് പശുവിനെ കെട്ടിയിട്ട് ഉപേക്ഷിച്ച കയറും എടുത്തുകൊണ്ട് പോയി കെട്ടി ഞാന്നു. കയറിന് ബലമില്ലായിരുന്നു, പൊട്ടി കോട്ടലിൽ പിളർന്നു പോയി. പല കുടുംബങ്ങളും അന്യാധീനമായി പോകുന്ന അങ്ങനല്ലേ? ആവശ്യമില്ലാത്ത ആർത്തി പണത്തോട്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അല്പസമയം കൂടുതലെടുത്ത് നിങ്ങൾ എന്നോട് കോപിക്കല്ലേ. ഇഫ്താഹിന്റെ മകൾ പറഞ്ഞ ഒറ്റ വാചകം, അതിൽ കൂടി അവൾ പറഞ്ഞു തന്ന 4 പ്രതിബദ്ധത. ജീവിക്കുന്നെങ്കിൽ ദൈവത്തോടും സഭയോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. 2, ജീവിക്കുന്നെങ്കിൽ കുടുംബത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ഇവിടെ ഒരു സ്വർഗമേ ഉള്ളൂ, അതിന്റെ പേര് കുടുംബമെന്ന്. 2, 3 താനായിരിക്കുന്ന സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാകണം. 4 തന്നോട് തന്നെ ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. എൻ്റെ വാക്കുകളൊക്കെ സംഭരിക്കട്ടെ. ഒരു നിമിഷം കൂടി തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കേട്ട വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തോടും സഭയോടും പ്രതിബദ്ധതയുള്ളവരായി, കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായി, സ്വയം മനസ്സിലാക്കി തങ്ങൾ ആനന്ദബോധത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കൂടിവരവ് ഇത്രത്തോളം അനുഗ്രഹമുള്ളതായി, സാക്ഷ്യമുള്ളതായി തമ്പുരാൻ നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വികാരിയച്ഛന്റെ വായിൽ നിന്ന് നല്ല സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കുന്നതിൽ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. തങ്ങളുടെ സമയം ചെലവഴിച്ചത് ദൈവനാമ മഹത്വത്തിനായി, തങ്ങളുടെ നന്മയ്ക്കായി തീർന്നു സാക്ഷ്യം പറയുവാൻ തമ്പുരാൻ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും അനുഗ്രഹകരമായി തീരണമേ. ഞങ്ങൾ നാളും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് നന്ദി കരയറ്റുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ വരാൻ ഇടയാക്കി തീർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു. അതുപോലെ ആയിത്തീരാൻ ഇനിയും എനിക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ആരൊക്കെയോ എൻ്റെ പേര് നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ദുഃഖം ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ കൂടി ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ധാരാളമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.